ولا تبغي الفساد في الأرض إن الله لا يحب المفسدين صدق الله العلي العظيم. ബഹുമാന്യരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും സുന്നി യുവജന സംഘത്തിന്റെയും SKSSFന്റെയും നേതാക്കളെ, പ്രവർത്തകന്മാരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇവിടെ വരാനും നിങ്ങളുമായി അഭിസംബോധന ചെയ്ത് സംസാരിക്കാനും സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ദഅവ എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. മുഅ്മിനീങ്ങളായ ആളുകൾ, വിശ്വാസി സമൂഹം, അവരുടെ പ്രവർത്തനം ദഅവത്താണ് എന്നതാണ് ദഅവത്തിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് തന്നെ. ഇവിടെ ക്യാമ്പസുകളിൽ നിന്ന് വരുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ക്യാമ്പസുമായി ബന്ധപ്പെട്ട രീതിയിൽ ദഅവ എന്ന വിഷയത്തെ പറയണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. വളരെ വ്യത്യസ്തമായ വിവിധ തലങ്ങളിൽ നിന്ന് വരുന്ന പ്രായമുള്ളവരും അല്ലാത്തവരുമായ ഒരു സദസ്സിനെയാണ് ഞാൻ കാണുന്നത്. അല്ലാഹുവിന്റെ ദീനിന്റെ വാക്താക്കളും പ്രയോക്താക്കളുമായ ആളുകളാണ് നമ്മൾ. ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ ദീനിനെ നിലനിർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്തം അല്ലാഹു നമ്മളിൽ നിക്ഷിപ്തമാക്കിയിരിക്കുകയാണ്. വളരെ വിശിഷ്ട ജീവിതം കൊണ്ട്, ജന്മം കൊണ്ട് മുസ്ലിമായി ജനിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകിയ ആളുകളാണ് നമ്മൾ. ഈ സൗഭാഗ്യത്തെ കേവലമായ ഒരു ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ദീനിനെ ആചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനു പകരം അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ട നാം ഓരോരുത്തരും എത്ര മനോഹരമായും എത്ര സുന്ദരമായും സുചിന്തിതമായുമൊക്കെ ദീനിനെ ജീവിച്ചു കാണിച്ചു കൊടുക്കുന്നു എന്ന ഒരു ആലോചനയിലേക്ക് എപ്പോഴും മാറ്റിയെടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. ഞാനങ്ങനെ പറയാൻ കാരണം, മുസ്ലിം എന്ന പദം ഒരു ജാതിയുടെ പേരല്ല. കേവലമായ ജന്മം കൊണ്ട് ലഭിക്കുന്നത് മാത്രവുമല്ല. ലോകത്തിന്റെ സൗകര്യാർത്ഥം ഒരു മതം എന്ന പേരിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ മുസ്ലിം എന്ന് എഴുതിയിട്ടുണ്ട്, ഇസ്ലാം എന്ന് എഴുതിയിട്ടുണ്ട്, പാസ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്, സംവരണം വാങ്ങുന്നുണ്ട്, ആ പേരിൽ സ്കോളർഷിപ്പുകൾ കിട്ടുന്നുണ്ട്, ആനുകൂല്യങ്ങൾ പറ്റുന്നുണ്ട്. പലപ്പോഴും ഈ മതപരമായ ചേരിതിരിവുകൾക്ക് മറ്റു മുഖങ്ങൾ രാഷ്ട്രീയമായും സാമൂഹികമായുമുള്ള ജീവിതത്തിനിടയിൽ മറ്റു മുഖങ്ങൾ നൽകപ്പെടുന്നതോടെ അടി വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നതുമുണ്ട് മതത്തിന്റെ പേരിൽ. അതിലപ്പുറം മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന ആളുകൾ എപ്പോഴും സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു കാര്യം, ഞാൻ മുസ്ലിമാണോ എന്നാണ്. ഞാൻ സാധാരണ ക്യാമ്പസുകളിലും കുട്ടികളോട് സംവദിക്കാൻ പോകുമ്പോഴും ഞാൻ എന്നോട് തന്നെ നിരന്തരമായി ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഡു യു ഫീൽ ദാറ്റ് യു ആർ എ മുസ്ലിം? ഡു യു ഫീൽ ദാറ്റ് യു ആർ എ മുസ്ലിം? ആളുകളോട് നിങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ, മുസ്ലിമീങ്ങളായ ഒരു വിഭാഗം ആളുകളോട് നിങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരുതരം അലർജിയോടെയും ചിലപ്പോൾ ദേഷ്യത്തോടും കൂടിയാണ് ആ ചോദ്യത്തെ എല്ലാവരും നേരിടാറുള്ളത്. എന്ത് ചോദ്യം? ഞങ്ങൾ ചെറുപ്പം മുതലേ മുസ്ലിം അല്ലേ, പിന്നെന്താണ് അറിയോ മുസ്ലിം എന്നത് നമ്മളോട് ചോദിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ നിങ്ങളിലും പലർക്കും തോന്നിയേക്കാം, ഒരു പള്ളിയുടെ മുറ്റത്ത് SKSFന്റെ ലേബലിൽ ഒരുമിച്ച് കൂടിയ ഒരു വേദിയിൽ
നിങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണോ എന്ന് ചോദിക്കുന്നതിന്റെ ധാർഷ്ട്യം എത്രമാത്രമുണ്ട് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മളോട് നിരന്തരമായി ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നമ്മളൊരു മുസ്ലിം ആണോ എന്നത്. അവിടെ മുസ്ലിം എന്ന പദത്തിന്റെ അടിസ്ഥാനപരമായ അർത്ഥം നമ്മൾ അന്വേഷിക്കണം. മുസ്ലിം എന്ന് പറയുന്നത് those who submit themselves to Allah the Almighty, those who surrender themselves Allah to Almighty. അള്ളാഹുവിന് വേണ്ടി തന്നെ പൂർണ്ണമായി സബ്മിറ്റ് ചെയ്യുന്നവനാണ് മുസ്ലിം. തന്റെ വാക്കിലും നോട്ടത്തിലും നടപ്പിലും ഇരുപ്പിലും ചിന്തയിലും എല്ലാം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആനിന്റെ വെളിച്ചത്തിൽ, അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ ബോധനത്തിന്റെ വെളിച്ചത്തിൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ജീവിക്കാനുള്ള ഒരു നിശ്ചിതമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ഏതു സമയത്ത് എങ്ങനെ ജീവിക്കുന്നവരാണെങ്കിലും ആ സമയ സന്ദർഭങ്ങൾക്കനുസൃതമായി മുസ്ലിമിന്റെ സകല പ്രവർത്തനങ്ങളും അള്ളാഹുവിന് വേണ്ടിയുള്ള ഒരു ഇബാദത്തായി മാറുന്ന ഒരു അവസ്ഥയിലാണ് ദീനിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഈ ദീനിനെ പരിചയപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മുസ്ലിമിന്റെ ദഅവത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. കാരണം ആളുകൾക്ക് ദീനു മനസ്സിലാക്കി കൊടുക്കേണ്ട ആളുകൾ ദീനിനെ പുസ്തകങ്ങളിലും സ്റ്റേജുകളിലും പരിചയപ്പെടുത്തിയാൽ പോരാ, ജീവിതം കൊണ്ട് പരിചയപ്പെടുത്താൻ സാധിക്കണം. മുസ്ലിമിനെ അനുഭവപ്പെടാൻ ആളുകൾക്ക് സാധിക്കണം. മുസ്ലിമീങ്ങളെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഒരു മുസ്ലിമായ പണ്ഡിതന്റെ അടുക്കൽ ഭക്ഷണം കഴിക്കാമെന്ന് തിരിച്ചു പോകുമ്പോ അദ്ദേഹം പറഞ്ഞത്, ഐ എം എ മുസ്ലിം ഫ്രം ടുഡേ ഓൺവാർഡ്സ്. ഇന്നു മുതൽ ഞാൻ ഒരു മുസ്ലിമാണ്. ആളുകൾ, അയാളുടെ സുഹൃത്തുക്കൾ അയാളോട് ചോദിച്ചു, അയാൾ നിങ്ങളെ ഗർവാപ്പസി നടത്തിയോ? അയാൾ നിങ്ങളെ നിർബന്ധിച്ചു മതപരിവർത്തനം നടത്തിയോ? ഇയാൾ മറുപടി പറഞ്ഞത്, ഇല്ല, ഐ ലൈക്ക് ദ വെരി സ്റ്റൈൽ ഓഫ് ദ ഡൈനിങ്. ഐ ലൈക്ക് ദ വെരി സ്റ്റൈൽ ഓഫ് ദ ഡൈനിങ്. അവർ ഭക്ഷണം കഴിച്ച രീതി എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി പോയി. മുസ്ലിം ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്താണ്. മുസ്ലിമിന് ഭക്ഷണം കഴിക്കാൻ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്തുണ്ട്. കൈ കഴുകണം, വലത് കൈകൊണ്ട് കഴിക്കണം, ബിസ്മി ചൊല്ലി കഴിക്കണം, അമിതമായി ഭക്ഷണം കഴിക്കരുത്, ഭക്ഷണം വേസ്റ്റാക്കരുത്, ഭക്ഷണത്തോട് ബഹുമാനവും ആദരവും പുലർത്തണം, വയറ് നന്നായി ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണം. ഭക്ഷണത്തെക്കുറിച്ച് മാത്രം വലിയ ഒരു ദഅവത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയിട്ടുണ്ട്. സാധാരണ ഏതാളുകൾക്കും വിശപ്പ് തീരാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന പോലെ, അല്ലെങ്കിൽ മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കേണ്ടവനല്ല മുസ്ലിം. മുസ്ലിമിന് ഭക്ഷണം കഴിക്കുന്നതിനൊരു രീതിയുണ്ട്. ആ ഒരു രീതി അവന്റെ ഇബാദത്താണ്. അതൊരു ഇബാദത്താണെങ്കിൽ അതോടൊപ്പം തന്നെ അത് ദഅവത്തും കൂടിയാണ്. കാരണം മുസ്ലിമിന്റെ ഭക്ഷണം കഴിക്കുന്ന രീതി വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് കഴിക്കുകയാണെങ്കിലും ഇതുപോലത്തെ സംഗമങ്ങളിൽ കഴിക്കുകയാണെങ്കിലും വളരെ വിശിഷ്യം. ഇഫ് യു ആർ ഗോയിങ് ടു ക്യാമ്പസസ്, if you are going to market, if you are going outside among other people, നിങ്ങൾ മറ്റു ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ, ക്യാമ്പസുകളിൽ ജീവിക്കുമ്പോൾ, നിങ്ങൾ അധ്യാപകരാണെങ്കിൽ, നിങ്ങൾ ഒഫീഷ്യൽസ് ആണെങ്കിൽ, നിങ്ങൾ ഉദ്യോഗസ്ഥരാണെങ്കിൽ, നിങ്ങൾ കച്ചവടക്കാരാണെങ്കിൽ, നിങ്ങൾ അവരുടെ ഇടയിൽ പെരുമാറുന്ന ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുമ്പോഴും നിങ്ങളുടെ ഓരോ പ്രവർത്തനവും അസർ ചെയ്യപ്പെടുന്നുണ്ടെന്നാണ്. കാരണം അത് നിയ്യത്തു പ്രകാരം ബോധ്യത്തോടുകൂടി, കോൺഷ്യസ്നെസ്സോടുകൂടി, തഖ്വയോടുകൂടി, അള്ളാഹു എന്ന ഒരു ജ്ഞാനത്തോടും ബോധത്തോടും കൂടി മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും ഇബാദത്താവുകയും മറ്റൊരാൾക്ക് വളരെ ടച്ചിങ് ആയ, അവന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാവുന്ന, അവന് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു പ്രവർത്തനമായി മാറുകയും അതിൽ നിന്ന് അയാൾ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. നമ്മളൊക്കെ പലപ്പോഴും അനുഭവപ്പെട്ടുള്ള ഒരു സംഗതിയാണ്. ക്യാമ്പസുകളിൽ ജീവിക്കുമ്പോൾ, കലാലയത്തിൽ പഠിപ്പിക്കുന്ന സമയത്ത് സ്റ്റാഫ് അംഗങ്ങളോടൊപ്പം സ്റ്റാഫ് റൂമിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും അമുസ്ലിമീങ്ങളായ വിശ്വാസികളല്ലാത്ത ആളുകൾ പോലും വിശ്വാസികളായ ആളുകളുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഡിഫറൻസിനെ ഫീൽ ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. ലോകത്ത് മുഴുവനും ഇസ്ലാമിനെ, സമൂഹത്തിന് മനസ്സിലാകുന്നത് ഇസ്ലാമിനെ എന്ന് മാത്രമല്ല, ഏതൊരു പ്രത്യയശാസ്ത്രത്തെയും, ഏതൊരു ചിന്താഗതിയെയും, ഏതൊരു ആശയത്തെയും ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്നത് ഇത് പ്രായോഗികമാണെന്ന് ബോധ്യപ്പെടുമ്പോഴാണ്, ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടുമ്പോഴാണ്.
അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിത്തറ പോലും അതാണ്. ഞാൻ വിചാരിക്കുന്നു ഞാൻ പറയുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന്. എനിക്കറിയില്ല ഞാൻ എത്രമാത്രം എന്നെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഓക്കെ, അൽഹംദുലില്ലാ. ഞാൻ എന്നോട് ക്യാമ്പസ് വിങ്ങിന്റെ 1-2 ആൾക്കാർ പറഞ്ഞത് ഇവിടുന്ന് വരുമ്പോൾ ഇവിടുത്തവരല്ല, അവിടെ പോയാൽ കുട്ടികളായിരിക്കും കൂടുതൽ, ക്യാമ്പസിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും, അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഷുഡ് ഐ ചേഞ്ച് ടു ഇംഗ്ലീഷ് ഓർ ഷുഡ് കീപ് ഇൻ മലയാളം? ഞാൻ മലയാളത്തിൽ പറയണോ ഇംഗ്ലീഷ് പറയണോ അല്ലെങ്കിൽ ഉറുദു പറയണോ? മലയാളം പറഞ്ഞാൽ മതി, ഇംഗ്ലീഷ് ഉറുദു പറയണോ എന്നും പറയാം. ഓക്കെ, എനിക്കറിയാം ഇതൊരു ഭാഷയുടെ 10ഓളം ഭാഷകളുടെ ഒരു സംഗമ ഭൂമിയാണ് ഈ പ്രദേശം. അതുകൊണ്ട് ഏത് ഭാഷയിലും, അവിടുത്തെ ഭാഷ മുഴുവൻ എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾക്ക് ഏത് ഭാഷ പറഞ്ഞാലും മനസ്സിലാവുന്നതാണ് മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞത് ഉറുദു में बताऊंगा अगर आप चाहते हैं तो नहीं. ഓക്കെ, ठीक. പിന്നെ ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പോലും അടിത്തറയാണ്. ദഅവത്തിന്റെ പ്രഥമ പാഠം മഹാരഥന്മാരായ പണ്ഡിതന്മാർ കാണിച്ചു തന്നതാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നത് കേവലമായ ചില ചടങ്ങുകൾ കഴിക്കലല്ല, ആ ചടങ്ങുകൾക്ക് പിന്നിൽ വലിയൊരു ജീവിതത്തിന്റെ ഗന്ധമുണ്ട്. ദഅവത്തിന്റെ പ്രഥമ പാഠം അതാണ്, ജീവിതം കൊണ്ട് മാർഗം കാണിച്ചു കൊടുക്കുക. എന്തുകൊണ്ടാണ് ജീവിതം കൊണ്ട് മാർഗം കാണിച്ചു കൊടുക്കേണ്ടി വരുന്നത്? അപ്പോഴാണ് സാധാരണക്കാരായ ആളുകൾക്ക് അത് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്. രണ്ടാമതായി, ഇത് സത്യമാണെന്നും പ്രായോഗികമാണെന്നും ജനതയ്ക്ക് ബോധ്യപ്പെടുക ഒരാളുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച തമ്പുരാൻ പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. അതുകൊണ്ടാണ് പൂർവ്വസൂരികളായ മഹാരഥന്മാരായ ആളുകളെ പറഞ്ഞയച്ചത്. ഓരോ സമൂഹത്തിനും നേതൃത്വം നൽകാൻ കഴിയുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ, മഹാന്മാരായ പണ്ഡിതന്മാരെ, പലതരത്തിൽ ആളുകൾക്കിടയിൽ ജീവിച്ച മഹത്തുക്കളായ ആളുകളെ ലോകത്തിന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുന്നത് ഈ ഒരു പ്രായോഗികമായ ബോധം ജനങ്ങൾക്ക് നൽകാനാണ്. അങ്ങനെ നൽകുമ്പോൾ ആരും അള്ളാഹുവിനെ കണ്ടിട്ടില്ല. നമ്മൾ വളരെ ബേസിക്കായ ചില പാഠങ്ങൾ ആ വിഷയത്തിൽ പഠിക്കണം. ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ് അള്ളാഹുവിനെ കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രം, വേറെ ഒരാളും അള്ളാഹുവിനെ കണ്ടിട്ടില്ല. മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. തൂരിസീന പർവ്വതത്തിന്റെ മുകളിൽ വരാൻ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രകാശത്തിൽ നിന്നുള്ള ഒരു ചെറിയ കണിക തൂരിസീന പർവ്വതത്തിന്റെ മുകളിലേക്ക് അടിച്ചു കൊടുത്തപ്പോഴേക്ക് ഫഖറ മൂസ സഇഖ, മൂസ നബി അലൈഹിസ്സലാം ബോധം കെട്ട് വീണുപോയി. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, വിശ്വാസികളുടെ ഏറ്റവും വലിയ ക്യാരക്ടർ, ഏറ്റവും വലിയ അവരെ കുറിച്ചുള്ള ഏറ്റവും വലിയ വിശേഷണം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. അള്ളാഹുവിനെ കണ്ടിട്ടില്ല, സ്വർഗവും നരകവും കണ്ടിട്ടില്ല, മരണത്തിനു ശേഷമുള്ള മറ്റു യാതൊരു പ്രക്രിയകളും നമ്മൾ അറിയില്ല. ഹിസാബുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, മീസാൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, സിറാത്ത് എന്ന പാലമുണ്ടെന്ന് വിശ്വസിക്കുന്നു, സ്വർഗവും നരകവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, മഹ്ശറയുണ്ടെന്ന് വിശ്വസിക്കുന്നു, അള്ളാഹു ഉണ്ടെന്ന് ആത്യന്തികമായി നമ്മൾ വിശ്വസിക്കുന്നു. എന്താണ് കാരണം? കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, കാരണം ആ നബിയെ കണ്ട സഹാബത്ത്, കാരണം ആ സഹാബത്തിനെ കണ്ട താബിഉകൾ, കാരണം ആ താബിഉകളെ കണ്ട താബിഉകൾ, ലോകപ്രശസ്തരായ ഒരുപാട് പണ്ഡിതന്മാർ, സൂഫി മശായിഖന്മാർ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, അള്ളാഹുവിന്റെ ഒരുപാട് മുഖറബീങ്ങളായ ഒരുപാട് പണ്ഡിതന്മാർ, അവരിലൂടെ ദീന് നമ്മളിലേക്ക് എത്തി. ഈ വ്യക്തികളാണ് സത്യം, ഈ വ്യക്തികളാണ് സത്യം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഏറ്റവും വലിയ ഗുണം സത്യസന്ധനായിരുന്നു, കളവ് പറയാത്തവനാണ്. അതുകൊണ്ടാണ് ഈ പർവ്വതത്തിന്റെ അപ്പുറത്ത് നിന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോൾ മക്കക്കാരായ ആളുകൾ ഒറ്റയടിക്ക് മറുപടി പറയുന്നത്, ഒന്നിച്ച് യുനാനിമസ്ലി ഏകകണ്ഠമായി അവർ മറുപടി പറയുന്നത്, നിങ്ങൾ അങ്ങനെ ഇതിന്റെ മുകളിൽ കയറി നിന്ന് അപ്പുറത്ത് നിന്നൊരു സൈന്യം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് അത് കാണണ്ട, ഞങ്ങൾ പോയി സൈനിക സജ്ജരാകും. കാരണം നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. 40 വർഷം സത്യസന്ധരായി ഞങ്ങളുടെ ഇടയിൽ ജീവിച്ചവരാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്, അല്ലാഹു ഏകനാണ്, അല്ലാഹു ഒരുവനാണ്, നിങ്ങൾക്കൊരു ദൈവമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ലോകത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമ്മുടെ കലിമത്തു തൗഹീദ് പോലും അതാണ്. ഈ വിഷയം ദഅവത്തിന്റെ അടിത്തറയായതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഓരോ മുസ്ലിമും ദഅവത്തിന് കടപ്പെട്ടവരായതുകൊണ്ട് തന്നെ വിശിഷ്യ സംഘടനാ പ്രവർത്തകരായ ആളുകൾ, ദീനിന്റെ ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട ദീനിന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരും ഉമറാക്കളും പ്രവർത്തകന്മാരുമായ ആളുകൾ
അടിസ്ഥാനപരമായ സുന്നത്ത് ജമാഅത്തിന്റെ ഈ ആശയത്തെ നിർബന്ധമായി ഉൾക്കൊള്ളണം. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് കേവലമായ ചില ആചാരാനുഷ്ഠാനങ്ങളിൽ ബന്ധിതമല്ല. അതിലപ്പുറം അടിസ്ഥാനപരമായി ഇങ്ങനെ ഒരു ആശയം സുന്നത്ത് ജമാഅത്തിനുണ്ട്. അത് വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധിയാണ്. വ്യക്തികളിലൂടെയാണ് ലോകത്ത് ഇത് പ്രബോധനം ചെയ്യപ്പെടുന്നത്. നമ്മുടെ കലിമത്ത് തൗഹീദ് പോലും ഇങ്ങനെയാണ്: അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ലോകത്ത് ഒരുപാട് ആളുകളുണ്ട്. ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഏതെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഒരു പരബ്രഹ്മത്തെക്കുറിച്ച്, പരദൈവത്തെക്കുറിച്ച്, ഏകമായ ഒരു സത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അള്ളാഹു വ്യത്യസ്തനാക്കുന്നത് എവിടെയാണ്? അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടെ കലിമത്ത് തൗഹീദ് പൂർണ്ണമാകുന്നില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി തന്ന അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രവാചകന്മാർ പറഞ്ഞു തന്നതാണ് നമുക്ക് സത്യം. പ്രവാചകന്മാർ പറഞ്ഞു തന്നതാണ് സത്യം. ആ പ്രവാചകൻ സത്യസന്ധനാണ്. ആ പ്രവാചകൻ ഒരു കളവും പറയാത്ത ആളാണ്. ആ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു കളങ്കവുമില്ല. ഹോണസ്റ്റാണ്, ട്രസ്റ്റ് വർത്താണ്, ഒരു കളവും പറയാത്ത വ്യക്തിത്വമാണ്. ജീവിതത്തിൽ ആളുകളെ പരമാവധി സഹായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം അണച്ചുകൂട്ടി ഇഖ്റ ഓതിപ്പിച്ച് പേടിച്ചു വിറച്ച് രോഗഗ്രസ്തനായി തന്റെ വീട്ടിന്റെ വാതിലിൽ വന്ന് ജമ്മിലൂനി എന്ന് പറയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദ ഇന്നക ലതഹ്മിലുൽ കല്ല വതുഗീതുൽ മൽഹൂഫ. നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുന്ന അല്ലാഹു നിങ്ങളെ പരാജയപ്പെടുത്തില്ല. നിങ്ങൾ സത്യസന്ധനാണ്, നിങ്ങൾ ശുദ്ധനാണ്, പാവങ്ങളെ സഹായിക്കുന്ന ആളാണ്. നിങ്ങളുടെ ജീവിതം മുന്നിലുണ്ട്. ആ ജീവിതമാണ് സത്യം. ഇന്നലെ രാത്രി മസ്ജിദുൽ ഹറാമിന്റെ അടുക്കൽ നിന്ന് ഉണർന്നെഴുന്നേൽപ്പിക്കപ്പെട്ട് ഒരു പ്രത്യേകമായ വാഹനത്തിൽ 1 മാസത്തോളം വഴിദൂരമുള്ള മസ്ജിദുൽ അഖ്സയിൽ പോയി അവിടെ നിന്ന് മുൻകാല പ്രവാചകന്മാർക്ക് ഇമാമായി നമസ്കരിച്ച് അവിടെ നിന്ന് 7 ആകാശത്തിന്റെ അപ്പുറം ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പോലും കൊണ്ടുപോയ ജിബ്രീൽ അലൈഹിസ്സലാം പോലും വിട്ടേച്ചു പോയി ഏകനായി അല്ലാഹുവിനെ കണ്ട് മുനാജാത്ത് നടത്തി 5 വക്ത് നമസ്കാരവുമായി തിരിച്ച് മസ്ജിദുൽ അഖ്സയിലെത്തി, മസ്ജിദുൽ ഹറാമിലെത്തി. സുബഹിയാകുന്നതിന് മുമ്പ് ഈ സംഭവങ്ങളൊക്കെ സംഭവിച്ചു എന്ന് മക്കക്കാരായ ആളുകളുടെ മുമ്പിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറ്റേ ദിവസം രാവിലെ അവതരിപ്പിക്കുമ്പോൾ മക്കക്കാരെ മുഴുവനും ചിരിച്ചു പരിഹസിച്ചു കളിയാക്കി. ആളുകൾ പറഞ്ഞു, അന്നേ ഞങ്ങൾ പറഞ്ഞു ഭ്രാന്തനാണ്, ഹി ഈസ് മാഡ്, ഹി ഈസ് ടോക്കിംഗ് ഔട്ട് ഓഫ് നത്തിങ് എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. നിങ്ങൾ കുറെ ആളുകൾ അയാളെ വിശ്വസിക്കാൻ പോയി. ഇപ്പൊ കണ്ടില്ലേ, 1 മാസത്തെ വഴിദൂരമുള്ള മസ്ജിദുൽ അഖ്സയിൽ മാത്രമല്ല, അവിടെ നിന്ന് അങ്ങോട്ട് 7 ആകാശത്ത്, അതിലപ്പുറം ദൈവത്തെ കണ്ട് തിരിച്ചു വന്നിരിക്കുന്നു സുബഹിയുടെ മുമ്പ്. എന്നിട്ടിത് പറയുന്നു, വിഡ്ഢിത്തം പറയുന്നു, നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്ന് കളിയാക്കിയപ്പോ ഒരു മനുഷ്യനോട് ആളുകൾ അവിടെ ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു. വിഡ്ഢിത്തരം പറയുന്നു. ഒരു ചിന്തക്ക് പോലും ഒരു യുക്തിക്ക് പോലും ഒരിക്കലും ആലോചിക്കാൻ കഴിയാത്ത വിഡ്ഢിത്തം പറയുന്നു. ഇന്നാണെങ്കിൽ കുറച്ച് ആലോചിക്കാമായിരുന്നു. റോക്കറ്റ് വിക്ഷേപണങ്ങളൊക്കെ നടന്നിരുന്ന ഒരു കാലത്ത് കുറച്ചൊക്കെ ആലോചിക്കാമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു എങ്കിൽ അത് സത്യമാണ്. അതാണ് അടിസ്ഥാനപരമായി ദീനിന്റെ സത്യം. ലോക ജനത ഇന്നേ വരെ നമ്മൾ പറയും, കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ പറഞ്ഞു, ശംസുൽ ഉലമ അങ്ങനെയാണോ പറഞ്ഞത്, എങ്കിൽ അത് സത്യമാണ്. ലോകത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ആളുകൾ സഹീഹുൽ ബുഖാരി എടുത്തു നോക്കുന്നില്ല, സഹീഹു മുസ്ലിം എടുത്തു നോക്കുന്നില്ല, വിശുദ്ധമായ ഖുർആനോ അതിന്റെ ആയിരക്കണക്കിന് വരുന്ന വിശദീകരണങ്ങളോ പരിഭാഷകളോ അവരെടുത്തു നോക്കാറില്ല. ഫിഖ്ഹിന്റെ അനേകായിരം ഗ്രന്ഥങ്ങൾ, തസവുഫിന്റെ അനേകായിരം ഗ്രന്ഥങ്ങൾ, ഫിഖ്ഹിന്റെ അനേകായിരം ഗ്രന്ഥങ്ങൾ, എത്ര പേരാണ് അതൊക്കെ ഓതി പഠിക്കാറുള്ളത്? മദ്രസയിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമികമായ പാഠങ്ങൾക്കപ്പുറം അതുതന്നെ സാധാരണക്കാരായ കുറച്ചാളുകൾക്ക്, ലോകത്തങ്ങോളം ഇങ്ങോളമുള്ള കോടിക്കണക്കിന് ആളുകൾ എങ്ങനെയാണ് ദീന് ലഭ്യമാകുന്നത്? ദീന് ജീവിക്കുന്ന ജീവിതങ്ങളിലൂടെയാണ്. ദഅവത്തിന്റെ അടിസ്ഥാനപരമായ പാഠം അതാണ്. അതിൽ ചില ആളുകൾ സൂക്ഷ്മതയുടെ നിദർശനങ്ങളായി ആളുകൾ മാറുമ്പോഴാണ് അവർ പറയുന്നതിന് ആളുകൾ സ്വീകരിക്കുന്നത്. ആ വ്യക്തി കളവ് പറയാൻ സാധ്യതയില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ മറ്റ് കളങ്കമില്ല, മനസ്സ് നിഷ്കളങ്കമാണ്, നിഫാഖില്ല. അയാൾ സാമ്പത്തികമായി ശുദ്ധിയുള്ള ആളാണ്. He is purified economically. He is purified sexually. He is purified by intention. അദ്ദേഹത്തിന്റെ നിയ്യത്തിൽ കളങ്കമില്ല. മനസ്സിൽ ഒന്ന് വെച്ച് പുറത്തു പറയില്ല. അയാളെ ഞാൻ അനുഭവിച്ചതാണ്. അയാൾ സത്യസന്ധനാണ്. അയാൾ ഗീബത്ത് പറയാറില്ല.
അയാൾ ഗീബത്ത് പറയാറില്ല. അയാൾ 4 ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോയാളെ കുറിച്ച് അയാൾ മിണ്ടാറില്ല. കാരണം അയാൾ ഒരു മുസ്ലിമാണ്. അങ്ങനെ ഒരു മനുഷ്യന്റെ സത്യസന്ധതയും ശുദ്ധിയും ആത്മാർത്ഥതയും നിഷ്കളങ്കതയും അള്ളാഹുവിന്റെ കലിമത്തായിരിക്കണം പരമമെന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയും പരമാവധി ആളുകൾക്ക് നന്മ ചെയ്തു കൊടുക്കാനുള്ള മാനസികാവസ്ഥയും ക്ഷമയും സഹനവും സത്യസന്ധതയും ദീനിൽ പറഞ്ഞ സ്വഭാവ ഗുണങ്ങളൊക്കെ ജീവിതത്തിൽ ആവാഹിച്ചെടുത്ത് അതിനെ തന്റെ നിത്യജീവിതത്തിൽ അതിനെ പ്രവർത്തിച്ചു കാണിച്ചു തരുന്ന അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ ആളുകൾ അങ്ങനെ ജീവിക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കുന്ന ഇയാൾ സത്യസന്ധരാണ്. ലോകത്തങ്ങോളം ഇങ്ങോളം ഇന്നുവരെ ദീന് പ്രചരിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ്. 1,30,000 വരുന്ന സഹാബാ കിറാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി അറഫ മരുഭൂമിയിൽ ഒരുമിച്ച് കൂടിയിരുന്നു എന്ന ചരിത്രം നമുക്കറിയാം. അടുത്ത കാലത്ത് സൗദി ഗവൺമെന്റ് ഇസ്ലാമിന്റെ പ്രചാരം നേടിയ മക്കയിലെ സകല പ്രവിശ്യകളുടെയും പഴയ ഖബർസ്ഥാനുകളിൽ മറപ്പെട്ട് കിടക്കുന്ന സഹാബകളുടേതെന്ന് സംശയമുള്ള തോന്നിക്കുന്ന സകല ഖബറുകളുടെയും എണ്ണമെടുത്തപ്പോൾ അവർക്ക് കിട്ടിയത് 10,000-ൽ താഴെയായിരുന്നു അത്രേ. 1,30,000 വരുന്ന സഹാബകൾ അറഫ മരുഭൂമിയിൽ ഒരുമിച്ചുകൂടി മദീനയിലും മക്കയിലും ആ ഭൂപ്രദേശങ്ങളിൽ മുഴുവനും 10,000-ൽ താഴെ സഹാബികളുടെ ഖബറുകളാണുള്ളതെങ്കിൽ ബാക്കി 1,30,000-ൽ 10,000 കഴിച്ച് ബാക്കി 1,20,000 പകുതി സ്ത്രീകൾ ഒഴിവാക്കിയാൽ ബാക്കി 60,000 സഹാബാക്കൾ എവിടെ പോയി എന്നതിന് ഉത്തരം തേടുന്നത് അവർ തങ്ങളുടെ ജീവിതം കൊണ്ട് ദീനിനെ പ്രബോധനം ചെയ്തു എന്നതാണ്. തങ്ങളുടെ ജീവിതം കൊണ്ട് ദീനിനെ പ്രബോധനം ചെയ്തു. ഭാഷ പോലും അറിയാത്ത ഈ പടിഞ്ഞാറൻ തീരങ്ങളിൽ കേരളം പഴയ മലബാറിൽ ഇവിടുന്ന് കർണാടകയുടെ ഈ പ്രവിശ്യ മുതൽ അങ്ങോട്ട് കോരമണ്ഡൽ കോസ്റ്റ് വരെ കായൽപട്ടണവും കീളക്കരയും രാമേശ്വരവും വരെ നീണ്ടുകിടക്കുന്ന പഴയ പ്രവിശാലമായ മലബാറിന്റെ പ്രദേശത്ത് കടന്നു വന്ന 12-11 സഹാബാക്കിറാമിനെ കുറിച്ച് നമുക്കറിയാം. അന്നിവിടെ അറബി അറിയില്ലായിരുന്നു. ഭാഷകൾ എഴുതപ്പെടാറ് പോലുമില്ല. ഏതു ഗ്രന്ഥങ്ങൾ നോക്കിയിട്ട് അവർ വിശുദ്ധമായ ഇസ്ലാമിനെ പഠിച്ചത് അല്ല, ജീവിതം കണ്ടുകൊണ്ടാണ്. അവർ വരുന്നു, അവരുടെ ജീവിതം കാണുന്നു, അവരുടെ സത്യസന്ധത അനുഭവിക്കുന്നു, വേറിട്ട ഒരു ജീവിതശൈലി അനുഭവിക്കുന്നു. അത് കേവലമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, അത് സംവരണത്തിനു വേണ്ടിയോ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയോ കോട്ട ലഭിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല. അതൊരു ജാതിയുടെ പേരുമല്ല. ലഭിച്ച ജീവിതം അള്ളാഹുവിന് വേണ്ടി ജീവിക്കാനുള്ള ഈ കർമ്മത്തെ ഈ ജീവിതത്തെ നിരന്തരമായ ഒരു പ്രയത്നത്തിൽ അള്ളാഹുവിന് വേണ്ടി ലയിച്ചു തീർക്കുക ജീവിച്ചു തീർക്കുക എന്ന ഒരാഗ്രഹത്തോടെ ഇനിയൊരു ജീവിതം വരാനുണ്ടെന്ന ബോധ്യത്തോടു കൂടിയുള്ള ഈ ജീവിതത്തെ സാർത്ഥകമായി ഉപയോഗപ്പെടുത്തിയ മഹാന്മാരായ ആളുകളെ കാണുമ്പോൾ ഇതൊരു ജാതിയല്ല, ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമല്ല, ഇത് കേവലമായ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, ഇത് അടിക്കാനും കൊല്ലാനുമുള്ള ഒരു സാധനമല്ല, ഇത് മനുഷ്യന്റെ ജീവിതം സംശുദ്ധമാക്കാനുള്ളതെന്ന ബോധ്യം ആളുകൾക്കുണ്ടാവുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുകയില്ല. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ജനത നാളിന്നുവരെ ദീനിനെ പഠിച്ചത് വ്യക്തികളിൽ നിന്നാണ്, വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നാണ്. അവിടെ യുഗപ്രഭാവരായി നിന്ന ഒരുപാട് ആളുകളുണ്ട്. ഓരോ പ്രദേശത്തും ദീനിന്റെ കുത്തുബുകളായി, ദീനിന്റെ നെടുംതൂണുകളായി, ദീനിന്റെ പ്രതിപുരുഷന്മാരായി ആളുകൾ നിരന്തരമായി നിലനിൽക്കൽ ആവശ്യമാണ്. അപ്പോ ഏതെങ്കിലും വ്യക്തികൾ ചില കാർട്ടൂണുകൾ വരച്ച് ഒരു ചിത്രം പോലും കാണാനില്ലാത്ത മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാർട്ടൂണുകളാണ് ഇതെന്ന് പറയുമ്പോ ആവേശത്തോടുകൂടി തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് ലഹളയുണ്ടാക്കേണ്ട ഒരു പ്രശ്നം, വൈകാരികമായി പ്രതികരിക്കേണ്ട ഒരു പ്രശ്നം മുസ്ലിമിനുണ്ടാവൂല. മറിച്ച് അവൻ ചിന്തിക്കേണ്ടത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാകുന്ന ചിത്രത്തെ ജനതയ്ക്ക് മുമ്പിൽ വരച്ചു കാട്ടേണ്ട വ്യക്തിത്വമാണ്. ഒരു പള്ളിയിൽ ഒരു മഹല്ലുമായി ബന്ധപ്പെട്ട് ചില ആളുകളെങ്കിലും അങ്ങനെ ജീവിക്കേണ്ടത് അവർക്ക് ആ ആളുകളിൽ നിന്ന് സത്യസന്ധമായി ദീനിനെ കിട്ടാനാണ്, വഴികളായി കിട്ടാനാണ്. അതൊരു സനദ് മുഖേന കിട്ടാനാണ്, അതൊരു വഴി മുഖേന കിട്ടാനാണ്. സനദ് എന്ന് പറയുന്നത് അങ്ങനെ അതിനുള്ളതാണ്. സനദ് എന്ന് പറയുന്നത് ആ ഒരു തലമുറയെ കണ്ണിയത്ത് ഉസ്താദ് നമുക്ക് ദീന് പഠിപ്പിച്ചു തരുന്നത് കണ്ണിയത്ത് ഉസ്താദ് കണ്ട ഒരു ഉസ്താദിൽ നിന്നാണ്, അദ്ദേഹം കണ്ട മറ്റൊരു ഉസ്താദിൽ നിന്നാണ്. അവരൊക്കെ തങ്ങളുടെ ഉസ്താദുമാരുടെ മഹിതമായ ചരിത്രം പറഞ്ഞു. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയവർ, ജീവിതത്തിൽ സത്യസന്ധത കാണിച്ചവർ, സാമ്പത്തികമായ അഴിമതി നടത്താത്തവർ, തന്റെ ശരീരത്തിൽ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് കൃത്യമായി നോക്കുകയും ഹലാലിന്റെ സംശയം പോലുമില്ലാത്ത
ഭക്ഷണം ഹറാമാണെന്ന് ഒരു സംശയം പോലും ഇല്ലാത്ത ഭക്ഷണം മാത്രം കഴിക്കുമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്ത ജീവിതങ്ങളെ മുന്നിൽ കാണുമ്പോൾ മനുഷ്യന് മനസ്സിലാകും ഇതാണ് ഒരു മുസ്ലിമിന്റെ ജീവിതമെന്ന്. അങ്ങനത്തെ ചില പ്രധാനപ്പെട്ട വ്യക്തികൾ ഉണ്ടാകണം. ഓരോ കുടുംബത്തിലും മാർഗദർശികളായ ആളുകൾ ഉണ്ടാകണം. ഓരോ സമൂഹത്തിലും നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, ദീനിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തികൾ, ദീനിന്റെ ആളുകളായി നിലനിൽക്കുന്ന ആളുകൾ, വളരെ വിശിഷ്യ അവർ ഈ സ്വഭാവത്തിൽ ട്രെയിനിങ് ലഭിച്ച ആളുകളാകണം. അവർ ഈ സ്വഭാവത്തെ സമൂഹത്തിൽ പ്രതിബിംബിക്കുന്ന ആളുകളാകണം. അപ്പോൾ മാത്രമാണ് ദീനു സത്യസന്ധമെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുക. വിശിഷ്യ സംഘടനാ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ. സംഘടന എന്ന് പറയുന്നത് നമുക്ക് ദീനിനുള്ള പ്രവർത്തനത്തിനുള്ള മാർഗമാണ്. സംഘടന ദീനിനു വേണ്ടിയുള്ളതാണ്. ദീനിനെ നമുക്ക് സംഘടനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ളതല്ല. സംഘടനയല്ല പ്രധാനം, ദീനാ പ്രധാനം. ദീനിന്റെ പ്രബോധന പ്രചരണ ദൗത്യങ്ങളെ സുതാര്യമാക്കാനും സാധ്യമാക്കാനും ക്രമപ്രവൃദ്ധമാക്കാനും ശാസ്ത്രീയമാക്കാനും സയന്റിഫിക്കലായി സിസ്റ്റമാറ്റിക്കായി നടത്താനും ജനതകളുടെ വ്യത്യസ്തമായ ധ്രുവങ്ങളിലേക്ക് പ്രബോധന പ്രവർത്തനങ്ങൾ എത്തിക്കാനുമുള്ള ഒരു സംവിധാനം, ഒരു ആധുനിക സംവിധാനം എന്ന രീതിയിലാണ് പൂർവ്വസൂരികളായ മഹാരഥന്മാരായ ആളുകൾ സംഘടനാ സംവിധാനം നമുക്ക് നൽകിയത്. അപ്പോ സംഘടനയിൽ നിൽക്കുന്ന ആളുകൾ, സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ, നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ, ഒരു മഹല്ലിനെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ, മഹൽ എന്ന് പറയുന്ന ദീനിന്റെ ഏറ്റവും അവിഭാജ്യമായ ചെറിയ ഘടകത്തിൽ നേതൃത്വം നൽകുന്ന ആളുകൾ, സമൂഹത്തിൽ മതപരമായും സാമൂഹികമായും നേതൃത്വം നൽകുന്ന ഉലമാക്കളും ഉമറാക്കളും എപ്പോഴും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത്, ഞാൻ ദീനിന്റെ ആയത്താണ്, ഞാൻ ദീനിന്റെ തെളിവാണ്. എന്നെ കണ്ട ആളുകൾ ദീനിനെ മനസ്സിലാക്കുന്നുണ്ട്. ഒന്നുകിൽ തിരസ്കരിക്കുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുന്നു. ഞാൻ ഒരു മുസ്ലിമാണെന്ന് അഭിമാനം കൊള്ളുന്നുവെങ്കിൽ, ഇഫ് ഐ ഫീൽ ഐ എം എ മുസ്ലിം, ഞാനൊരു മുസ്ലിമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് ഈ വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്നെ കണ്ട് ദീൻ പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഗീബത്തും നമീമത്തും പറയുന്ന ആളാണെങ്കിൽ, ഞാൻ അധികാരത്തിന് വേണ്ടി തല്ലുകൂടുകയും വടം വലിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ, ഞാൻ മറ്റൊരാളെ കുറിച്ച് മോശമായി ചിത്രീകരിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ, ഞാൻ സാമ്പത്തികമായി സൂക്ഷ്മത പുലർത്താത്ത ആളാണെങ്കിൽ, ഞാൻ ജീവിതത്തിൽ മാനസികമായി പക്വത നേടാത്ത നിഫാഖ് കാണിക്കുന്ന ആളാണെങ്കിൽ, എന്റെ ലൈംഗിക ജീവിതം, എന്റെ സ്വകാര്യ ജീവിതം മോശമായ രീതിയിലാണ് നടന്നു പോകുന്നതെങ്കിൽ ഞാൻ ദീനിനെ ഏറ്റവും മോശമായി പ്രതിനിധീകരിക്കുന്നു എന്നതാണ്. എന്നെ കാരണം ദീനിനെ ആളുകൾ മോശമായി മനസ്സിലാക്കുന്നു എന്നതാണ് ലോകത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ഇസ്ലാമിനെ തെറ്റായി ആളുകൾ മനസ്സിലാക്കുന്നുവെങ്കിൽ അതിനെ ജീവിച്ചു കാണിച്ചു കൊടുക്കാൻ മുസ്ലിമീങ്ങൾക്ക് സാധ്യമാകുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മളിൽ നിന്നാണ് മറുപടികൾ തേടിക്കൊണ്ടിരിക്കേണ്ടത്. മറ്റു പ്രസ്ഥാനങ്ങളെ, മറ്റു പാർട്ടികളെ, മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ, മറ്റു മതക്കാരെ മോശമായി ജീവിക്കുന്നു എന്നതിന്റെ പേരിൽ കുറ്റപ്പെടുന്നതിനപ്പുറം നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ നമുക്ക് സാധിക്കണം. ഞാനൊരു ദീനിന്റെ റെപ്രസെന്റേറ്റീവ് ആണോ എന്ന് ആലോചിക്കാൻ സാധിക്കണം. ലോകത്തിന്നെ വരെ നമ്മുടെ മഹാരഥന്മാരായ ആളുകൾ ദീനിന്റെ ദഅവത്തിനെ നിർവഹിച്ചത് ദീനിന്റെ മാതൃകാ പുരുഷന്മാരായി ജീവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇന്നും ചൈനയിൽ ആദരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഇന്നും ഇസ്തംബൂളിൽ, തുർക്കിയിൽ ആദരിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഖബറിടം അവിടെയാണ്. അദ്ദേഹം 88-ാം വയസ്സിൽ രോഗഗ്രസ്തനായി അന്നത്തെ കോൺസ്റ്റാന്റിനോപ്പിളിൽ ദീനിനെ പ്രബോധനം ചെയ്യാൻ വേണ്ടി എത്തിപ്പെട്ട മനുഷ്യനാണ്. ആരാണ് അദ്ദേഹം? മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആതിഥേയത്വം നൽകിയ പ്രമാണിയായ മനുഷ്യൻ. അദ്ദേഹം വഫാത്താകുന്നത് ഇസ്തംബൂളിലാണ്. ഇയ്യോബ് എന്നൊരു പ്രവിശ്യ തന്നെ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അതുകൊണ്ടാണ് ആഫ്രിക്കൻ നാടുകളിലൂടെ, നോർത്ത് ആഫ്രിക്കയിലൂടെയും സൗത്ത് ആഫ്രിക്കയിലൂടെയും വെസ്റ്റ് കോസ്റ്റുകളിലൂടെയും ഒക്കെ ഈസ്റ്റ് കോസ്റ്റിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് സഹാബി വര്യന്മാരുടെയും പൂർവ്വസൂരികളുടെയും മക്കബറകളെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന ഇന്തോനേഷ്യൻ ആർക്കിപെലാഗോയിൽ മുഴുവനും ഒരുപാട് സഹാബികളുടെ നിന്ന് പറയപ്പെടുന്ന ഖബറുകൾ കാണാൻ സാധിക്കുന്നത്. ഔലിയാ ഉല്ലാഹു സബഅ, 7 അള്ളാഹുവിന്റെ മഹാരഥന്മാരായ ഔലിയാക്കന്മാരെ കുറിച്ച് ഇന്തോനേഷ്യക്കാർ നിങ്ങളോട് പറഞ്ഞു തരും. ദീനിനെ പ്രബോധനം ചെയ്ത വ്യക്തിത്വങ്ങൾ, ആ വ്യക്തിത്വങ്ങളുടെ ജീവിതമാണ്, അവരെ ജീവിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടാണ്, അവരുടെ ജീവിതത്തിലെ ദർശനങ്ങൾ കണ്ടതുകൊണ്ടാണ്. വിദേശത്ത് നിന്ന് ആളുകൾ കടന്നു വരുമ്പോ ഒരു വിദേശിയായ മനുഷ്യൻ കിസ്രയെയും കൈസറിനെയും പോലത്തെ ഒരു രാജാക്കന്മാരെ കണ്ട് രാജാക്കന്മാരിൽ നിന്ന് നീതി ലഭിക്കുമോ എന്ന് പേടിച്ച് ഭയപ്പെട്ട് എന്നാലും ചോദിച്ചു കളയാമല്ലോ എന്ന് കരുതി തന്റെ ഒരു സാമ്രാജ്യത്തിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യൻ രാത്രിയിൽ എപ്പോഴോ ടെന്റ് കെട്ടി താമസിച്ച് ആ ടെന്റിനകത്ത്
രോഗഗ്രസ്തയായ ഗർഭവതിയായ ഗർഭിണിയായ ഭാര്യയ്ക്ക് പ്രസവവേദന അനുഭവപ്പെട്ടപ്പോ ആ ഗർഭിണിയായ ഭാര്യയുടെ ശബ്ദം കേട്ട് അവിടെ വിളക്ക് കത്തിച്ചു വെച്ച തീ പിടിപ്പിച്ചതിന്റെ തീ കണ്ട് അവിടേക്ക് കടന്നു വന്ന ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും പരിചാരകനെയും കണ്ട് ആ മനുഷ്യനെ കണ്ടപ്പോ തന്റെ ഭാര്യയെ വിളിച്ചു കൊണ്ടുവന്ന് പരദേശിയായ ഒരു മനുഷ്യന്റെ ഭാര്യയുടെ പ്രസവമെടുക്കാൻ വേണ്ടി ഗർഭശുശ്രൂഷ നടത്താൻ വേണ്ടി രാജ്യത്തിന്റെ രാജ്ഞിയെ വിട്ടുകൊടുക്കുകയും തന്റെ നാട്ടിലേക്ക് കടന്നുവന്ന് ടെന്റ് കെട്ടി വിദേശിയായ ഒരു മനുഷ്യൻ വഴിയരികിൽ നിൽക്കുമ്പോ അയാൾക്ക് ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കാൻ സ്വന്തം ചുമലിൽ വിറക് ചുമന്ന് പൊടി ചുമന്ന് അത് കൊണ്ടുവന്ന് അവിടെ വെച്ച് അടുപ്പ് കൂട്ടി ചപ്പാത്തി ഉണ്ടാക്കി ഭക്ഷണമുണ്ടാക്കി അത് തന്റെ സഹോദരനെ കഴിപ്പിക്കുകയും ചെയ്ത ഒരു മനുഷ്യന്റെ മുമ്പിൽ അമീർ അൽ മുഅ്മിനീൻ, നിങ്ങളുടെ സഹോദരന്റെ ഭാര്യ ഒരു പെൺകുഞ്ഞിന് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ സ്വന്തം ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിച്ച സന്തോഷം കേൾക്കുന്നതിനപ്പുറം തന്റെ മുമ്പിൽ ഭക്ഷണമുണ്ടാക്കി തരുന്നത് തന്റെ ഭാര്യയ്ക്ക് ഈറ്റെടുക്കാൻ വേണ്ടി പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നത് ഒരു രാജ്യത്തിന്റെ രാജാവും രാജ്ഞിയുമാണ്. കിസ്രയെയും കൈസറിനെയും അവിടുത്തെ പരിചാരകന്മാരെയും അവിടുത്തെ വെഞ്ചാമരം വീശുന്ന സ്ത്രീകളെയും അവിടുത്തെ കൊട്ടാരങ്ങളെയും അവിടുത്തെ ആഡംബരങ്ങളെയും അവിടുത്തെ സുഖസൗകര്യങ്ങളെയും ആ ആളുകളുടെ അതിക്രമങ്ങളെയും അനീതികളെയും മാത്രം കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ജനസേവനം നടത്തുന്ന സർദാർ കൗമുക ഖാദിമഹെ, ഒരു നേതാവ് തന്റെ അനുയായികൾക്ക് സേവനം ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന ബോധ്യം പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കുന്ന ഒരു അഹന്തയുമില്ലാതെ ഒരു അഹങ്കാരവുമില്ലാതെ പാവങ്ങളിൽ പാവങ്ങളായ ഒരു മനുഷ്യനെ സഹായിക്കാൻ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉറക്കമൊഴിച്ചു വരുന്ന ഒരു ഖലീഫയെ കണ്ട് ഇത് സത്യസന്ധമായ ഒരു ദൃഷ്ടാന്തമാണ്, ഇതൊരു ജീവിതമാർഗമാണെന്ന് പറഞ്ഞ് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിക്കുന്ന മനോഹരമായ ഒട്ടനേകം ചിത്രങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദീനിനെ ജീവിതത്തിൽ സ്വീകരിക്കുകയും ജീവിതത്തിൽ പ്രതിബിംബിക്കുകയും സമൂഹത്തിന്റെ ഇടയിൽ മറ്റു ലാഭേച്ഛകളില്ലാതെ അള്ളാഹുവിനെ കണ്ട് ജീവിക്കാനുള്ള, അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ആ മാനസികാവസ്ഥ രൂപപ്പെടുകയും ചെയ്ത മഹാരഥന്മാരായ ആളുകളുടെ ജീവചരിത്രം അവർ നേരിട്ട് അനുഭവിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സുഹൈബ് എന്ന് പറയുന്ന പേർഷ്യൻ രാജാവിന്റെ ദൂതൻ മദീനയിൽ വന്ന് ഖലീഫയുടെ കൊട്ടാരം അന്വേഷിച്ച് അദ്ദേഹം ഖലീഫയെ തേടി പോയപ്പോ മരുഭൂമിയിൽ ഒരു മരച്ചുവട്ടിൽ കിടന്നിറങ്ങുന്ന ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഇത് ഖലീഫയാണെന്ന് ചിന്തിക്കാൻ കഴിയാതെ ഒപ്പം വന്ന ആൾ അമീർ അൽ മുഅ്മിനീൻ എന്ന് വിളിച്ചപ്പോഴാണ് ഇത് ഖലീഫയാണെന്ന് മനസ്സിലാക്കാൻ പോലും അയാൾക്ക് സാധിച്ചത്. അദ്ദേഹം അത്ഭുതത്തോടെ പറഞ്ഞു, ഹകംത ഫഅദൽത ഫഅമിൻത ഫനിംത യാ ഉമർ, ഹകംത ഫഅദൽത ഫഅമിൻത ഫനിംത യാ ഉമർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നിങ്ങൾ നീതിപൂർവ്വം ഭരണം നടത്തിയപ്പോ ആളുകൾക്ക് അവരുടേതായ അവകാശങ്ങൾ വകവെച്ചു കൊടുത്തപ്പോ നിങ്ങൾ നിർഭയരായി, നിങ്ങൾക്ക് പരിചാരകരോ സേവകരോ അംഗരക്ഷകരോ ആവശ്യമില്ലാത്ത വിധം ഭൂമിയെ വിരിപ്പാക്കിയും ആകാശത്തെ പുതപ്പാക്കിയും വളരെ നിർഭയനായി ഒരു മരച്ചുവട്ടിൽ അല്പം ഉയർത്തിയിട്ട മണൽത്തിട്ടയുടെ മുകളിൽ ഒരു ഈത്തപ്പനയോല വിരിച്ചിട്ട് അതിൽ സുഖമായി കണ്ടം വെച്ച കോട്ട് ധരിച്ച് കിടന്നുറങ്ങാൻ നിങ്ങൾക്ക് സാധിച്ചത് നിങ്ങൾ നീതിപൂർവ്വം ഭരണം നടത്തിയതുകൊണ്ടാണ്. ഇസ്രയേയും കൈസറിനെയും കണ്ട ഒരു ദൂതൻ കടന്നു വന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് ഉച്ചരിക്കുന്നു, ദീനിനെ സ്വീകരിക്കുന്നു. അത് രാജാധികാരികൾ മുതൽ പാവപ്പെട്ട ആളുകൾ വരെ ജീവിതത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ ജീവിച്ച, അള്ളാഹുവിനെ ആലോചിച്ചും ചിന്തിച്ചും നിഷ്കളങ്കമായി ജീവിച്ച താഴേക്കിടയിലുള്ള ആളുകളെ വരെ ദീനിന്റെ ആളുകളായി ജനങ്ങൾ ദർശിക്കുമെന്ന ഒരു സന്ദർഭത്തിലാണ് ഏറ്റവും മനോഹരമായ ദഅവത്ത് നടത്തപ്പെട്ടത്. ഇത് നമ്മൾ നിരന്തരമായി എന്നും ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. ദീനിനെ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് എന്നും മനസ്സിലാക്കി കൊടുക്കുന്നത് ദീനനുസരിച്ചുള്ള ജീവിതമാണ്. എത്രമാത്രം നിങ്ങൾ ഈ സംവിധാനങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നുവോ, മറ്റു ജനവിഭാഗങ്ങൾക്കിടയിൽ ജീവിക്കുന്നുവോ, ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ്. 40 ആളുള്ള ഒരു ക്ലാസ്സിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഒരു ക്ലാസ് റൂമിലോ സ്കൂളിലെ ഒരു കലാലയത്തിലെ ഒരു ക്ലാസ് റൂമിലോ നിങ്ങൾ 30 ആളിൽ ഒരുത്തൻ നിങ്ങൾ മുസ്ലിമാണെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടുതലാണ്. എന്റെ പ്രിയപ്പെട്ട ക്യാമ്പസിലെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ആളുകൾ നിങ്ങളെ കണ്ടാണ് ദീന് മനസ്സിലാക്കുന്നത്. തീവ്രവാദിയാണെന്ന് മനസ്സിലാക്കുന്നതും സത്യസന്ധനാണെന്ന് മനസ്സിലാക്കുന്നതും ഒക്കെ നിങ്ങളെ കണ്ടിട്ടാണ്. ആളുകൾ പറയും ഇതാണോ മുസ്ലിം എന്ന്. കാരണം അവർ കേട്ടതും അനുഭവിച്ചതും മറ്റുള്ള ആളുകൾ പ്രചരിപ്പിച്ചതും വേറൊരു ഇസ്ലാമിനെ കുറിച്ച് തീവ്രതയും ഭീകരതയും ആരോപിച്ച സത്യസന്ധരല്ലാത്ത ആളുകളെ കൊല്ലാൻ നടക്കുന്നതിനെ കുറിച്ചൊക്കെ ആളുകൾ നിരന്തരമായി ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം. അതിൽ വശംവദരായി വീണു പോകേണ്ടവരല്ല, മറിച്ച് ഞാൻ എന്റെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് ദീനിനെ ജീവിച്ചു കാണിച്ചു കൊടുക്കേണ്ടവനാണ്. പറഞ്ഞു കൊടുക്കുന്നത് പോലും അത് കഴിഞ്ഞിട്ടാണ്. ഞാൻ ജീവിക്കലാണ് വളരെ പ്രധാനം. ഞാൻ പറഞ്ഞതിനെ ഞാൻ ജീവിക്കുന്നില്ലെങ്കിൽ അതിന് യാതൊരു ഫലവും ഇല്ല എന്നുള്ളതാണ്.
അതിൽ യാതൊരു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ എന്ന് വിശുദ്ധമായ ഖുർആൻ ഉറക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും ദീനിന്റെ അടിസ്ഥാനപരമായി ഈ ശിക്ഷണം നേടുക എന്നുള്ളതാണ്, ഈ ട്രെയിനിങ് നേടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ ദീനിന് ജീവിക്കുന്ന ആളുകൾ ലോകത്തെമ്പാടുമുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ കച്ചവടത്തിന് പോയ, പത്രപ്രവർത്തനത്തിന് പോയ ഒരു കച്ചവടക്കാരൻ, അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹത്തിന്റെ ഇസ്ലാമിക പ്രഖ്യാപനം നടത്തി. ഇസ്ലാമിക പ്രഖ്യാപനം നടത്തിയപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചത്, നിങ്ങളുടെ ഇസ്ലാമിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിമായത്? അഫ്ഗാനിസ്ഥാനിലെ അയാളുടെ പത്രപ്രവർത്തന യാത്രകൾക്കിടയിൽ അദ്ദേഹത്തിന് ആരും മതം പറഞ്ഞു കൊടുത്തതല്ല, മതത്തിലേക്ക് അദ്ദേഹത്തെ ദഅവത്ത് ചെയ്തതല്ല, മറിച്ച് മുസ്ലിമീങ്ങളായ കച്ചവടക്കാരുടെ ജീവിതം കണ്ടിട്ടാണ്. മുസ്ലിമീങ്ങളായ കച്ചവടക്കാരെ അയാൾ നിരന്തരമായി വാച്ച് ചെയ്തു. എപ്പോ സാധനം വാങ്ങിക്കാൻ ചെന്നാലും, 1 കിലോ പഞ്ചസാര വാങ്ങിക്കാൻ ചെന്നാൽ 1 കിലോയും ഇത്തിരി മില്ലിഗ്രാമും കൂടുതൽ തരാൻ കച്ചവടക്കാരൻ ശ്രദ്ധ കാണിക്കുന്നു. പഞ്ചസാരയുടെ ത്രാസ് ഒന്ന് കൂടുതൽ തൂങ്ങിക്കിട്ടാൻ. 1 ലിറ്റർ എണ്ണ ചോദിച്ചാൽ 1 ലിറ്ററും ഇത്തിരി മില്ലി ലിറ്ററും ഏറെ കൊടുക്കും. 1 മീറ്റർ തുണി ചോദിച്ചാൽ 1 മീറ്ററും ഇത്തിരി മില്ലി മീറ്ററും ഏറെ കൊടുക്കും. എവിടെ കച്ചവടത്തിൽ ഏത് കടക്കാരിലെടുത്ത് ചെന്നാലും വാങ്ങുന്നവൻ അല്പം കൂടുതൽ തരാൻ കച്ചവടക്കാരൻ ജാഗ്രത കാണിക്കുന്നു. അയാൾ വളരെ കോൺഷ്യസ് ആയി അതിൽ പെരുമാറുന്നു. അയാള് ഇതിങ്ങനെ കണ്ടപ്പോ അയാൾ കച്ചവടക്കാരനോട് ചോദിച്ചു, അത്രേ പലരോടും ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൂടുതൽ കൊടുക്കുന്നത്? ഒരാൾക്ക് കൊടുക്കുന്നത് ശരി, 1000 ആളുകൾക്ക് ഓരോ ഗ്രാമ വീതം കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് എത്ര നഷ്ടം? കച്ചവടക്കാരൻ അയാളോട് മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്തിരി കൂടുതൽ കൊടുത്താൽ സദക്കയാണ്. 1 മില്ലിഗ്രാം ഏറെ കൊടുത്താൽ, 1 മില്ലി ലിറ്റർ ഏറെ കൊടുത്താൽ, 1 മില്ലി മീറ്റർ ഏറെ കൊടുത്താൽ കൊടുക്കുന്നവന് വാങ്ങുന്നവന് സദക്കയാണ്, സദക്കയുടെ പ്രതിഫലമുണ്ട്. 1 മില്ലിഗ്രാം കുറഞ്ഞു പോയാലോ, ഇത്തിരിയൊന്ന് കുറഞ്ഞു പോയാലോ, ത്രാസിന്റെ കനമൊന്ന് അല്ലെങ്കിൽ പാത്രത്തിന് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഇറ്റ്സ് എ സ്റ്റീലിംഗ്, ഇറ്റ്സ് എ തെഫ്റ്റ്, ഇത് കളവാണ്, കൊള്ളയാണ്, ഞാൻ മിക്സ് ചെയ്യലാണ്, എന്റെ സമ്പാദ്യത്തോട് എന്റെ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തോട് ഹറാമ് മിക്സ് ചെയ്യലാണ്. വക്കിലു വസിനു ബിൽഖിസ്താസിൽ മുസ്തഖീം വൈലുൽ ലിൽമുത്തഫിഫീൻ അല്ലദീന ഇദാ ഖതാലു അലന്നാസ് യസ്തൗഫൂൻ വഇദാ കാലുഹും അവ വസനുഹും യുഖ്സിറൂൻ. വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് മഹാനായ ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞെടുത്ത് മുഴുവനും ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം, ആ വഴിയിൽ ഒരുപാട് ദഅവത്തിന്റെ നിരന്തരമായ സന്ദേശങ്ങളാണ് മനുഷ്യന് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം കച്ചവടക്കാരായിരുന്നു. അവർക്ക് കച്ചവടത്തിന്റെ നീതിശാസ്ത്രം പറഞ്ഞു കൊടുത്തു. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുതെന്ന് പറഞ്ഞു, ചൂഷണം അരുതെന്ന് പറഞ്ഞു, കൊള്ളലാഭം അരുതെന്ന് പറഞ്ഞു. ഒരിക്കലും വാങ്ങുന്നവന് കച്ചവടം ഏറ്റവും ഹലാലായ, ഏറ്റവും ബറക്കത്തുള്ള, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, നിങ്ങൾ പലിശയുടെ ആളുകളാകരുത്, നിങ്ങൾ കച്ചവടത്തിന്റെ ആളുകളാകണം. കച്ചവടം ബർക്കത്തുള്ളതാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലോകത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും കച്ചവടം ചെയ്തുകൊണ്ട് അവരുടെ ജീവിതം നോക്കുന്നത്. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചതാണ്, ഹലാലായതാണ്, വളരെ പുണ്യമുള്ള ഒരു ഇബാദത്ത് പോലെ ചെയ്യേണ്ടതാണ് കച്ചവടം എന്ന് പറയുന്നത്. അതിൽ ഹലാലായ പ്രവർത്തനമാണ്, അതിൽ പോലും ഒരു ദഅവത്തുണ്ട്. ആ ദഅവത്ത് ഇതാണ്, നിങ്ങൾ അവിഹിതമായി ഒന്നും സമ്പാദിച്ചേക്കരുത്, നിങ്ങൾ ചൂഷണം ചെയ്തേക്കരുത്, നിങ്ങളുടെ ത്രാസ് കൃത്യമാകണം, അളവ് കൃത്യമാകണമെന്ന് മാത്രമല്ല ആ കൃത്യതയെ ഒരിക്കലും വാങ്ങുന്നവന്റെ ഒരു പിഞ്ച് അവകാശം പോലും എന്റെ ഭക്ഷണത്തിൽ ചേരരുതെന്ന് നിഷ്കർഷ പുലർത്താൻ, സൂക്ഷ്മത പുലർത്താൻ, വറയിന്റെ ആളുകളാവാൻ കാലഘട്ടം ഇന്നോളം മുസ്ലിം കച്ചവടക്കാരിലെ പ്രബുദ്ധരായ ആളുകൾ, ഇസ്ലാമികമായി മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്ന, അത് മനസ്സുകൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ, അവരെപ്പോഴും കൂടുതൽ കൊടുക്കാൻ ശ്രമിച്ചു. ആ കൊടുക്കുന്നത് മുഴുവനും സദഖയാണെന്ന് ചിന്തിച്ചു. ഓരോ ദിവസവും ഒരു കച്ചവടക്കാരൻ രാവിലെ കട തുറന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് ഒരുപാട് സദഖ കൊടുത്തു. എന്താ ഒരു പലചരക്ക് കച്ചവടക്കാരന്, ഒരു അനാദി കച്ചവടക്കാരന് ഇവിടെ എന്ത് പേര് പറയുന്നറിയില്ല, സാധാരണ അരിയും പഞ്ചസാരയും ഇതൊക്കെ കൊടുത്ത് 1 കിലോ, 1/2 കിലോ, 1/4 കിലോ ഒക്കെ കൊടുത്തിട്ട് കച്ചവടം നടത്തുന്ന ഒരു മനുഷ്യനിൽ പറമ്പ് കച്ചവടക്കാരന്റെ ലാഭം ഉണ്ടാവില്ല, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാന്റെ ലാഭം ഉണ്ടാവില്ല. പക്ഷേ എങ്ങനെയാണ് അവനിൽ ബർക്കത്ത് വരുന്നത്? ബറക്ക എന്നൊരു കൺസെപ്റ്റ് മുസ്ലിമിനുണ്ട്. ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. തൗഫീഖ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഖൈർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇത് മുസ്ലിമിന്റെ ചിന്തയുടെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ്. ബറക്കത്ത് കാണിച്ചു തരാൻ പറ്റൂല, ഖൈർ പ്രദാനം ചെയ്യട്ടെ കാണിച്ചു തരാൻ പറ്റൂല, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഈ ഒരു പ്രാധാന്യം അവൻ കച്ചവടത്തിൽ സൂക്ഷ്മത പുലർത്തുമ്പോഴാണ്. പള്ളിയിൽ നിന്ന് ഇമാം നടത്തുമ്പോൾ മാത്രമല്ല, അതിനേക്കാളും പള്ളിയിലുള്ള ഒരു ഇമാമിനേക്കാളും ഒരു കച്ചവടക്കാരൻ ദഅവത്ത് ചെയ്യുന്നുണ്ടെന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഈ വിഷയം പറയുന്നത്. ഓരോ സമയത്തും ആളുകൾ വ്യക്തികളെ കണ്ടുപിടിക്കുന്നുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറ ഏതാണ്? മാനുഷിക ജീവിതത്തിൽ ഇസ്ലാം ചെലുത്തുന്ന സ്വാധീനത്തിന്റെ അടിത്തറ ഏതാണ്? വ്യക്തികൾ അവരുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുക. ഇതൊരു ടെക്സ്റ്റൽ ഗ്രന്ഥമല്ല, ഇതൊരു ടെക്സ്റ്റുകളിൽ ജീവിക്കുന്ന, ഗ്രന്ഥങ്ങളിൽ ജീവിക്കുന്ന മതമല്ല. ഗ്രന്ഥങ്ങൾ ഉപോത്ബലകമായത് മാത്രമാണ്. 23 വർഷമെടുത്തു വിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെടാൻ. അത് വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മഹാരഥന്മാരായ ആളുകൾ അതിനുള്ള മാർഗങ്ങൾ കാണിച്ചു തന്നു.
എന്തുകൊണ്ട് 23 വർഷം? അതിന്റെ ഏറ്റവും വലിയ വിശദീകരണമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ജീവിച്ചു കാണിച്ചു കൊടുക്കാൻ എടുത്ത സമയമാണത്. അത് താബികൾ സ്വീകരിച്ചു, താബികൾ സ്വീകരിച്ചു. ലോകത്തിന്നോളം ആ രീതിയിലാണ് ഇതിന്റെ ദഅവത്ത് നടന്നത്. അതുകൊണ്ട് ഒരു ഉപ്പക്ക് മക്കളിൽ നിന്ന് മക്കൾക്ക് ഉപ്പയിൽ നിന്ന് ലഭിക്കണം ദീനിന്റെ പാഠം. മക്കൾക്ക് ഉപ്പയിൽ നിന്ന് ലഭിക്കണം. അത് തീൻമേശകളിൽ ലഭ്യമാണ്, അത് ബാത്റൂമുകളിൽ ലഭ്യമാണ്, അത് പെരുമാറ്റത്തിൽ ലഭ്യമാണ്, അത് സംസാരത്തിൽ ലഭ്യമാണ്, അത് സ്വഭാവത്തിൽ ലഭ്യമാണ്, അത് വേഷവിധാനങ്ങളിൽ ലഭ്യമാണ്. മനുഷ്യന്റെ നാക്കിലും നടപ്പിലും ഇരുപ്പിലും എല്ലാം ആ ദീനിനെ സംശീകരിക്കുക എന്നൊരു ഉത്തരവാദിത്തമാണ് ദീനിന്റെ ദാഴികൾ എന്ന രീതിയിൽ സകല മനുഷ്യരും, വളരെ വിശിഷ്യ സംഘടനാ പ്രവർത്തകർ, നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ, വളരെ വിശിഷ്യ ദീനിന്റെ മാതൃകകളായി നിലനിൽക്കുന്ന ആളുകൾ എപ്പോഴും ആലോചിക്കണം. ഞാൻ ഗീബത്ത് പറയുന്നുവെങ്കിൽ ജനതക്ക് ബോധ്യപ്പെടുന്നു ഇതൊന്നും ദീനെന്ന് പറഞ്ഞൊന്നും ശരിയില്ല. കണ്ടില്ലേ, വലിയ ദീന് പറഞ്ഞ ആളാണ് അയാൾ, പള്ളിയിൽ നിന്ന് എത്ര പ്രസംഗിച്ചു, അല്ലെങ്കിൽ അയാൾ നമ്മളോട് എത്ര പറഞ്ഞു. ഗീബത്ത് പറയാൻ പാടില്ല, അയാൾ തന്നെ ഗീബത്ത് പറയുന്നു. കളവ് പറയാൻ പാടില്ല, അയാൾ തന്നെ കളവ് പറയുന്നു. അയാൾ വലിയ ദീനിന്റെ നേതാവാണ്, എന്നിട്ട് കണ്ടില്ല അയാള് സാമ്പത്തികമായിട്ട് യാതൊരു ശുദ്ധിയില്ല, കളവ് പറഞ്ഞു. ദീനിന് ആളുകൾ, നമ്മൾ അതിൽ ഭയപ്പെടേണ്ട ആവശ്യം പോലുമില്ല. അങ്ങനത്തെ സംഗതി ദീനിൽ അടിസ്ഥാനപരമായി ഈ ഒരു വിഷയത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കണം. ഏതു മഹാന്മാരുടെ ജീവചരിത്രവും നമുക്ക് പ്രധാനപ്പെട്ടതാകുന്ന ആ വ്യക്തികളുടെ ജീവിതത്തിന്റെ ശുദ്ധി മനസ്സിലാക്കി തന്നിട്ടാണ് നമുക്ക് ആളുകളെ ബോധ്യപ്പെടുന്നത്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുണ്ടാകുന്നത്, അള്ളാഹുവിന്റെ മഹാന്മാരായ മുഖറബിങ്ങളായ ആളുകൾ ഉണ്ടായത്. ആ സത്യസന്ധമായ വഴികളിലൂടെയാണ് ലോകത്ത് ദീന് പ്രചാരം നേടിയത്. ഒരു തലമുറയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു സംഗതിയായിട്ട്, അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കും ഇതൊക്കെ വെറുതെ പറയാൻ, ആത്മാർത്ഥത എന്ന് പറഞ്ഞ സംഗതിയൊന്നും ഇല്ല എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടും. സത്യം പറയാ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല എന്ന് ആളുകൾ ചിന്തിക്കും. സാമ്പത്തികമായി സൂക്ഷ്മത പുലർത്തുക, അതൊക്കെ വെറുതെ കിതാബിൽ പറയാണെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടും. കിതാബിൽ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പ്രായോഗികമായത് ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളൂ. അതിനെ ജീവിതത്തിൽ മാർഗമായി സ്വീകരിച്ച് ഒരുപാട് ആളുകൾ, അങ്ങനെ എല്ലാ ആളുകളുടെയും, ഏത് പ്രമുഖ വ്യക്തിത്വങ്ങളുടെയും ചരിത്ര പുരുഷന്മാരുടെയും ജീവിതത്തിൽ അതിനെ സത്യസന്ധമായി വായിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ദീനിനെ ഉൾക്കൊള്ളാൻ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്ന് പറയുന്നത് അതിനാണ്. ദീനിനെ ഇങ്ങനെ അതിന് വളരെ വല്ലാത്തൊരു ട്രെയിനിങ് ആവശ്യമാണ്. അതിലേറ്റവും വലിയ ട്രെയിനിങ് വേണ്ടത് നമ്മളൊക്കെ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന അഖ്ലാഖ് എന്ന വിഷയം ജീവിതത്തിൽ പകർത്താനാണ്. ബാക്കിയുള്ള കർമ്മങ്ങൾക്കൊക്കെ ആളുകൾക്ക് ചിലപ്പോൾ എളുപ്പമാണ്. നിസ്കരിക്കാൻ അതൊരു കർമ്മപരമായ കാര്യമാണ്. അതിന്റെ ഖുശൂഇനാണ് പ്രധാനം, ഹൃദയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രധാനം. അത് അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുക എന്നതാണ് പ്രധാനം. ഈ അള്ളാഹുവിന് വേണ്ടി എന്നിടത്ത് നിൽക്കുന്നു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രെയിനിങ്. നിരന്തരമായി പരിശീലനം ആവശ്യമുള്ള ഒരു സംഗതിയാണിത്. കേവലം പഠിച്ചു പോയാൽ പോരാ. ദേഷ്യം പിടിക്കുക, അസൂയ വെക്കുക, സഹായിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കുക, ഇങ്ങനെ നല്ലതും ചീത്തതുമായ ഒരുപാട് സ്വഭാവങ്ങളുണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ. നിങ്ങൾ അഖ്ലാഖിന്റെ പാഠങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത് നമ്മുടെ ജീവിതത്തിൽ, ഇതൊക്കെ നമ്മുടെ ഹൃദയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഹൃദയത്തിന്റെ ശുദ്ധി വളരെ പ്രധാനമാണ്. നമുക്ക് ദേഷ്യം പിടിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ഇസ്ലാം എവിടെയാണ്? മുസ്ലിം എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കാത്തവനാണ്, അല്ലെങ്കിൽ ദേഷ്യം നിയന്ത്രിക്കുന്നവനാണ്. ലാ തഗ്ളബ് ലാ തഗ്ളബ് ലാ തഗ്ളബ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പ്രാവശ്യം പറഞ്ഞു. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ എന്ന് പറഞ്ഞു. നമ്മൾ ആലോചിക്കണം, ഡു യു ഫീൽ ദാറ്റ് യു ആർ എ മുസ്ലിം? നിങ്ങൾ ഒരു മുസ്ലിമാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാനിന്റെ ഭാഗമാണ്. ഷുഡ് ബി പേഷ്യന്റ്.
ക്ഷമിക്കാൻ കഴിയണം. വിവിധ ഘട്ടങ്ങളിൽ. ഒന്ന്, അമല് ചെയ്യാൻ ക്ഷമിക്കണം. ദേഷ്യം പിടിക്കുമ്പോൾ ക്ഷമിക്കണം. പ്രയാസമുണ്ടാകുന്ന ഘട്ടങ്ങളിൽ ക്ഷമിക്കണം. രോഗം ബാധിക്കുമ്പോൾ ക്ഷമിക്കണം. വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കണം. എല്ലാ തലത്തിലും മുസ്ലിം എവിടെ നിൽക്കുന്നു? മുസ്ലിം ഈ സ്വഭാവം സ്വീകരിക്കുക എന്നതിന് നിരന്തരമായ പരിശീലനങ്ങൾ ആവശ്യമുണ്ട്. ഒരു തലവേദന വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. ജസാ എന്നത് ഒരു മുഅ്മിനിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. പൊറുതികേട് കാണിക്കാം. തലവേദനയായിട്ട് വയ്യ, ഫീലിംഗ് ഹെഡേക്ക്. ഒന്ന് പനിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒന്ന് കാല് വേദനയായ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ പൊറുതികേട് കാണിക്കും. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الثَّمَرَاتِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُمْ مُصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ راجعون. അല്ലാഹു പറയുന്നു, ഞാൻ നിങ്ങളെ നിരന്തരമായി പരീക്ഷിച്ചുകൊണ്ടിരിക്കും. വിശപ്പുണ്ടാകും, പേടിയുണ്ടാകും, വർഗീയമായി ടെൻസായ അവസ്ഥ സൃഷ്ടിക്കപ്പെടും, ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയപ്പെടും, സാമ്പത്തികമായി നാശനഷ്ടങ്ങൾ ഉണ്ടാകാം, അഭിമാനം നശിപ്പിക്കപ്പെടാം, കൃഷി നശിക്കാം, ശാരീരികമായി വൈകല്യങ്ങളോ പ്രയാസങ്ങളോ രോഗങ്ങളോ ഉണ്ടാകാം, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ മുഴുവനും മരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകാം. എന്നിട്ട് അല്ലാഹു പറയുന്നു, വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകളോട് നിങ്ങൾ സന്തോഷ വാർത്ത പറഞ്ഞുകൊള്ളുക. ആരാ ക്ഷമിക്കുന്ന ആളുകൾ? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ക്ഷമിക്കാനുള്ള മനസ്സ് കാണിക്കുന്നു. നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പ് വെക്കുന്നു ഒക്കെ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു മാനദണ്ഡത്തിൽ നമ്മുടെ ഇസ്ലാം എവിടെ നിൽക്കുന്നു? ക്ഷമിക്കാനുള്ള മാനസികാവസ്ഥയിൽ നമ്മുടെ ഇസ്ലാം എവിടെ നിൽക്കുന്നു? നല്ല നിസ്കാരം നോമ്പൊക്കെ ഉള്ള ആളുകളാണ്. പക്ഷേ നമ്മുടെ ദേഷ്യത്തിന്റെ ലെവൽ എവിടെ നിൽക്കുന്നത്? ദേഷ്യം പിടിക്കുന്ന ലെവൽ എവിടെ നിൽക്കുന്നത്? പലപ്പോഴും ദീനിന്റെ ആളുകൾ ചീത്ത പറയുന്ന ദേഷ്യം പിടിക്കുന്ന ആളുകളായി മാറുന്നു. അപ്പോൾ എങ്ങനെയാണ് ദീനിനെ ഇഷ്ടപ്പെടുക? ഒരു കോളേജിൽ ക്ലാസ്സിന് വന്നപ്പോ, ഒരു കൗമാരക്കാരായ ആളുകളോട് ഒരു ക്ലാസ്സിന് വന്നപ്പോ ഒരു കുട്ടി പറഞ്ഞു, ഞാൻ 6ാം വയസ്സിൽ പള്ളിയിൽ പോയതാ, പിന്നെ പള്ളിയിൽ പോവാറില്ല. 6ാം വയസ്സിൽ പള്ളിയിൽ പോയതാ, പിന്നെ പള്ളിയിൽ പോവാറില്ല. അപ്പൊ എന്താ മോനെ പിന്നെ പള്ളിയിൽ പോവാതിരുന്നു വെച്ചപ്പോ, പള്ളിയിൽ പോകുമ്പോ ഒരു കാക്കാന്റെ രൂപം ഇങ്ങനെ മനസ്സിൽ വരും. അവിടെ ഒരു ആചാര്യണ്ടാവും. ആചാര്യ, ഞാനൊന്ന് പള്ളിയിലെ വെള്ളത്തിൽ, ഹൗലിന്റെ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചു, അപ്പോ എന്നെ വല്ലാണ്ട് ചീത്ത പറഞ്ഞു, ഇതിനാടെ പള്ളിയേക്ക് വന്നിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞു. അപ്പൊ പിന്നെ പള്ളി നാലേക്കുമ്പോ അയാളുടെ രൂപ മനസ്സിലിങ്ങനെ വരും. ആരാണ് ചീത്ത പറയൽ ദീനിന്റെ ഒരു സ്വഭാവമാണെന്ന് പറഞ്ഞു തന്നത്? ആരാണ് ദേഷ്യം പിടിക്കൽ ദീനിന്റെ സ്വഭാവമാണെന്ന് പറഞ്ഞു തന്നത്? ഒരു മുസ്ലിമായ ആൾ, ദീനിനെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ, ദീനിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന, ദീനിന്റെ ആളുകളായി നിൽക്കുന്ന ഉലമാക്കളും ഉമറാക്കളും, ചെറുതു മുതൽ വലുതുവരെയുള്ള അതിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളും ഏറ്റവും പൊളൈറ്റ് ആകണം, ഏറ്റവും ഹംബിൾ ആകണം, ഹ്യൂമിലിറ്റിയുടെ ആളുകളാകണം. അഹങ്കാരമേശമില്ലാതെ ഏറ്റവും الذين يمشون على الارض هونا واذا خاطبهم الجاهلون قالوا سلاما الذين يمشون على الارض هونا, വളരെ നിസ്സാര ഭാവത്തോടുകൂടി ഭൂമിയിൽ ജീവിക്കുന്നവരാകണം. ഒരു ചെറിയ സ്ഥാനമാനം കിട്ടുമ്പോഴേക്ക് അഹങ്കാരവും അഹംഭാവവും കാണിക്കുന്നവരല്ല. ദീനിനെ ബോധ്യപ്പെടാൻ ഞാൻ പറഞ്ഞതിന്റെ ഒരു ആകത്തുക ഇതാണ്. എവിടെ പോകുമ്പോഴും ദീനിനു വേണ്ടി ജീവിക്കുന്ന, ദീനിനെ ജീവിതത്തിൽ സ്വീകരിക്കുകയും അതൊരു കർമ്മമായി, സ്വഭാവമായി, ഒരു ചിന്തയായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകളുടെ അഭാവം ഇസ്ലാം നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനെ നമ്മൾ എപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കണം. അവിടെ നമ്മൾ ഈ സ്വഭാവങ്ങളിലേക്ക്, ഈ ക്യാരക്ടേഴ്സിലേക്ക് തിരിച്ചു വരണം. കുറെ ചടങ്ങുകൾ നടത്തുന്നതല്ല മതം, അത് വളരെ പ്രധാനമാണ്. ചടങ്ങുകൾ വളരെ പ്രധാനമാണ്. പക്ഷെ ആ ചടങ്ങുകൾക്ക് ഒരു റൂഹുണ്ട്, ഒരു ആത്മാവുണ്ട്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. കേവലം നിസ്കരിച്ച പോലെ അസ്വല, നിശ്ചയമായും മനുഷ്യന്റെ നിസ്കാരം അവനെ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന്, നികൃഷ്ടമായ കാര്യങ്ങളിൽ നിന്ന്, വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മനുഷ്യരെ തടുക്കും. അപ്പൊ നിസ്കരിക്കുന്നവൻ സോഫ്റ്റ് സ്പോക്കൺ ആയിരിക്കും, ഹംബിളായിരിക്കും, നല്ല സ്വഭാവ വിശുദ്ധിയുള്ള ആളായിരിക്കും, ആളുകളെ ചീത്ത പറയാത്തവനായിരിക്കും. അയാളുടെ ഒരു വാക്ക് അനുഭവിച്ചിരുന്നെങ്കിൽ, അയാളുടെ കൂടെ ഒന്ന് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അയാളുടെ ഒരു അഭിപ്രായം കിട്ടിയിരുന്നുവെങ്കിൽ അയാൾ നല്ലൊരു ഭർത്താവായിരിക്കും, അയാൾ നല്ലൊരു ഉപ്പയായിരിക്കും, അയാൾ നല്ലൊരു അധ്യാപകനായിരിക്കും, അയാൾ സ്നേഹനിധിയായ ഒരു സഹോദരനായിരിക്കും,
അയാൾ ആളുകൾ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു നേതാവായിരിക്കും. അയാൾ ആളുകൾ മാതൃകയായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അങ്ങനത്തെ ഒരു മുസ്ലിമിനെ സൃഷ്ടിക്കാൻ നമ്മുടെ ഓരോ വ്യക്തിത്വങ്ങൾക്കും ആ ഒരു സ്വഭാവം കൊടുക്കാനുള്ള നിരന്തരമായ യത്നമാണ് ദഅവത്തിന്റെ പ്രഥമ പടിയായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചത്. 130,000-ഓളം വരുന്ന പ്രവർത്തകന്മാരെ ലോകത്തിന് സംഭാവന ചെയ്തു. ഞങ്ങളുടെ വന്യരായ പിതാവ് ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി നബ്ബറല്ലാഹു മർക്കദ ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ശില്പിയായ അദ്ദേഹം എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു, ഒരു ബാങ്ക് ബാലൻസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നിട്ടില്ല, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും തന്നിട്ടില്ല, മുകളിൽ തുറക്കാവുന്ന 5 സ്റ്റാർ വാഹനങ്ങളിൽ സഞ്ചരിച്ചിട്ടില്ല, അതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഒരു പ്രയാസം ഒരു പ്രശ്നങ്ങളും അങ്ങനെ ഇല്ലാവാത്ത, എന്തിനും ഏതിനും എല്ലാ ഭരണാധികാരികളോടും ബന്ധമുള്ള, എവിടെ പോയാലും എല്ലാവരെയും കാണാൻ സാധിക്കുന്ന, ലോകത്ത് ഏറ്റവും വലിയ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ് ദീനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല, പരിചയപ്പെടുത്തിയിട്ടില്ല. പ്രവർത്തിക്കാൻ കഴിയുന്ന 130,000-ഓളം ആളുകൾ ഒരു ഈത്തപ്പഴച്ചീള് കൊണ്ട് അത്താഴം കടിക്കുകയും ഒരു ഈത്തപ്പഴച്ചീളും വെള്ളവും കൊണ്ട് നോമ്പ് തുറക്കുകയും ചെയ്തിരുന്ന പാവങ്ങളിൽ പാവങ്ങളായ 130,000-ഓളം വരുന്ന ആളുകളാണ് ലോകത്തിന്റെ ഏതു രാജ്യത്ത് കടന്നു ചെന്നാലും ഈ ദീനിനെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥകളിലേക്ക് ഈ ദീനിന്റെ സ്വഭാവത്തെ മാറ്റിമറിച്ചത്. അവരിതിനെ ഒരു ജാതിയായിട്ടല്ല കണ്ടത്, ഒരു ജന്മം കിട്ടിയ ഒരു വസ്തുവായിട്ടല്ല കണ്ടത്, ജന്മം കിട്ടിയ ഒരു സാധനമായിട്ടല്ല കണ്ടത്. ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ ജന്മാവകാശമൊന്നുമല്ല, നമ്മുടെ കുത്തകാവകാശവുമല്ല. ഇസ്ലാമിനെ ജീവിച്ചു കാണിച്ചു കൊടുക്കുന്നവർക്കാണ് ഈ ദീനിനെ സ്വീകരിക്കാനും സ്വാംശീകരിക്കാനും അതിന് അവകാശപ്പെടാനും സാധിക്കുന്നത്. മുസ്ലിമായി ജീവിക്കുക, അങ്ങനെയാണ് ആളുകൾക്ക് ദീന് ലഭിക്കുക. കഴിഞ്ഞ വർഷത്തിൽ US ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ പോകാൻ സാധിച്ചപ്പോൾ ഞങ്ങൾ 18 രാജ്യങ്ങളിൽ നിന്ന് 18 ആളുകളുടെ ഒരു സംഘം ഒരു 3 മാസവുമായി ബന്ധപ്പെട്ട ഒരു കോൺഫറൻസിന് പോയതായിരുന്നു, ഒരു അക്കാഡമിക് കോൺഫറൻസിന്. അതിൽ ഞങ്ങൾ 5 പേരായിരുന്നു മുസ്ലിമീങ്ങളായിട്ടുണ്ടായിരുന്നത്. ബാക്കി ജൂതനും ക്രിസ്ത്യാനിയും എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു. ഈ 3 മാസത്തെ പ്യൂർ അക്കാദമിക്കായ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ചർച്ചകൾ മാത്രം ബന്ധപ്പെട്ട പ്രോഗ്രാമിന് അവസാനം, അത് റമദാൻ മാസമായിരുന്നു, 19 മണിക്കൂർ നോമ്പ് നോറ്റിരുന്ന അമേരിക്കയിലെ നോമ്പനുഭവം. പലരും ഞങ്ങളുടെ കൂടെ നോമ്പ് നോറ്റു. അവസാനം ഈ 3 മാസത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങളെ ഹോസ്റ്റ് ചെയ്തിരുന്ന അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരുടെ മുമ്പിൽ എന്താണ് ഞങ്ങൾക്ക് 3 മാസത്തെ യാത്ര കൊണ്ട് ലഭിച്ച അനുഭവം, എന്തൊക്കെ തരത്തിലുള്ള അക്കാദമികമായ നേട്ടങ്ങളാണ് ഞങ്ങൾക്ക് ലഭ്യമായതെന്ന് ചോദിക്കുന്ന ഘട്ടത്തിൽ ന്യൂസിലാൻഡുകാരനായ ഓക്ലൻഡ് യൂണിവേഴ്സിറ്റിയിലെ ബിബ്ലിക്കൽ തിയോളജി പ്രൊഫസറായ നെസീലി വഡൌഖ എന്ന് പറയുന്ന ഒരു പണ്ഡിത സുഹൃത്ത്, ഒരു സ്കോളർ എഴുന്നേറ്റ് നിന്ന് ആദ്യമായി പറഞ്ഞത്, വി ഗോട്ട് എ ചാൻസ് ടു നോ അവർ മുസ്ലിം ബ്രദേഴ്സ്. ഈ യാത്ര കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം ആരാണ് ഞങ്ങളുടെ മുസ്ലിം ബ്രദർ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നതാണ്. അവർ കേട്ടത് മീഡിയകളിലുള്ള ഇസ്ലാമാണ്, അവർ കേട്ടത് പുസ്തകങ്ങളിൽ ആളുകൾ പ്രചരിപ്പിച്ച മോശം ഇസ്ലാമാണ്, അവർ കേട്ടത് ഉസാമ ബിൻ ലാദനും അൽ ഖൈദയും ബോക്കോ ഹറാമും ഐസിസും അബൂബക്കർ ബാദാദിയും ഒക്കെ ചേർന്ന അവർ ലോകത്തെ ഏറ്റവും നിന്ദ്യവും നീചവും നികൃഷ്ടവുമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുടെ ഇസ്ലാമിസ്റ്റ് പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ കേട്ടത്. പക്ഷെ ഒരു മുസ്ലിമിനെ ജീവിതത്തിൽ അനുഭവിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴാണ്, ഇതിനെ വലിച്ചെറിയാതെ സൗമ്യമായി ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഇത് സത്യസന്ധതയാണ്, ഇത് ആളുകൾക്ക് നന്മ കാംക്ഷിക്കലാണ്, ഇത് പരസഹായം ചെയ്തു കൊടുക്കലാണ്, ഇത് ഭൂമിയിൽ നന്മയും ധർമ്മവും നിലനിൽക്കാനുള്ള നിരന്തരമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകലാണ്. ഇത് തിന്മയെപ്പോലും നന്മ കൊണ്ട് പ്രതിരോധിക്കാനുള്ള മാനസികാവസ്ഥയാണ്. ഇത് എന്നെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകരുതെന്ന് ചിന്തിക്കുന്ന പ്രവർത്തനമാണ്. ഇത് ഒരു മനുഷ്യന്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്നത് പോലും സ്വതക്കയാണെന്ന് പഠിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ്. ഇത് ജീവിതത്തിലെ ഒരു പ്രവർത്തനം പോലും നിസ്സാരമായി കാണരുത്. لا تحقرن من المعروف شيئا ولو ان تلقى اخاك بوجه طلق. നിങ്ങളുടെ സഹോദരനെ ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടെ പോലെ കാണുന്നത് പോലും നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ മുഖത്തിന്റെ ഒരു കർവ്സ് പോലും, smile is a small curve on the face that can straighten many curves. ഒരുപാട് ജീവിതത്തിലെ വളവുകളെ നിവർത്താൻ കഴിയുന്ന മുഖത്തെ ചെറിയൊരു വളവിനാണ് സ്മൈൽ എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങളുടെ മുഖത്തെ ഒരു ചെറിയ വളവിനെ പോലും ആളുകളെ പരിഹസിക്കാനോ മോശമായി ചിത്രീകരിക്കാനോ വേദനിപ്പിക്കാനോ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം ഒരു മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം സൃഷ്ടിക്കാവുന്ന ഒരു അടുപ്പം കൊടുക്കാവുന്ന ആ പുഞ്ചിരിയെപ്പോലും നിങ്ങൾ വെറുതെ കളയരുത്. അതുപോലും സദഖയാണെന്ന് പഠിപ്പിച്ച മനോഹരമായ ഒരു സംവിധാനം
സംവിധാനമാണെന്ന് ജീവിച്ചു കാണിച്ചു കൊടുക്കുന്നിടത്താണ് മുസ്ലിമിന്റെ ദഅവത്തിന്റെ ഏറ്റവും വലിയ വിജയമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. ഇത് ദഅവത്തിന്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്, ദീന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. വളരെ പ്രധാനമായി മുസ്ലിം സമൂഹത്തിൽ ദഅവത്ത് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ വലിയ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ജന്മം കൊണ്ട് മുസ്ലിമായി ജീവിക്കുകയും ഏറ്റവും മനോഹരമായ പേരെടുത്തണിയുകയും എന്നാൽ ഇസ്ലാമിന്റെ ലവലേശം ജീവിതത്തിൽ പകർത്താൻ ഭാഗ്യം ലഭിക്കാതെ പോയ ഒട്ടനേകം കോടിക്കണക്കിന് ആളുകളെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. മതപരമായോ ഭൗതികമായോ വിദ്യാഭ്യാസം ലഭ്യമല്ലാത്ത, ഒരു തരത്തിലുള്ള തൊഴിലും ഉയർന്ന തലത്തിൽ പോകാവുന്ന ഒരു തൊഴിൽ സാധ്യതയും ലഭ്യമല്ലാത്ത, ക്രിമിനലുകളാകാനോ തീവ്രവാദികളോ ഭീകരവാദികളാകാനോ അല്ലെങ്കിൽ ആ ആരോപണത്തിന് വിധേയരാകാനോ വിധിക്കപ്പെട്ട കോടിക്കണക്കിന് ആളുകൾ സഹോദരന്മാരായി ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ തുറക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയും അവരെ ഈ രാജ്യത്തിന്റെ ഏറ്റവും നല്ല പൗരന്മാരായി, ക്രിയാത്മകമായി ഈ രാജ്യത്ത് ഇടപെടുന്ന ഏറ്റവും നല്ല മുസ്ലിമായി ജീവിക്കാൻ സ്വഭാവ ഗുണമുള്ള, പ്രവർത്തനക്ഷമതയുള്ള നല്ല സയന്റിസ്റ്റുകളാകാൻ, നല്ല ശാസ്ത്രജ്ഞരാകാൻ, നല്ല ജില്ലാ കളക്ടർമാരും നല്ല ഉദ്യോഗസ്ഥന്മാരും നല്ല തൊഴിലാളികളും നല്ല സിവിൽ സർവൻസും നല്ല പ്രവർത്തകന്മാരും നല്ല രാഷ്ട്രീയ നായകന്മാരും നല്ല സാമൂഹിക പ്രവർത്തകരും നല്ല പത്രപ്രവർത്തകരും നല്ല പോലീസുകാരനും നല്ല പട്ടാളക്കാരനും നല്ല ജീവിതത്തിലെ നല്ല മേഖലയിൽ മുഴുവനും ജനസേവനത്തിനിറങ്ങിത്തിരിക്കുന്നവനാണ് നല്ല മുസ്ലിം. അവനാണ് നമസ്കരിക്കുന്നവൻ, അവനാണ് നോമ്പ് നോക്കുന്നവൻ, അവൻ നല്ല ഇന്ത്യക്കാരനും നല്ല മുസ്ലിമാണെന്ന രീതിയിൽ വളർത്തിയെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മളിലുണ്ട്. അവർക്ക് മതം കൊടുക്കലും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കലും ദഅവത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. പ്രിയമുള്ള SKSSMന്റെ പ്രവർത്തകന്മാർ, ക്യാമ്പസ് വിങ്ങിന്റെ പ്രവർത്തകന്മാർ, SYSന്റെ പ്രവർത്തകന്മാർ, സമസ്തയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ കീഴിൽ നിലനിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മൾ അനുഭവിച്ച ഈ ദീനിനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. അറിവില്ലായ്മയാണ് ജനങ്ങളെ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും ക്രിമിനലുകളിലേക്കും അതുപോലെ തന്നെ ഒന്നുമില്ലാതെ ജീവിക്കുന്ന ജീവിതങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്. നിങ്ങളൊന്ന് കണ്ണു തുറന്ന് ഈ ഒരു സംസ്ഥാനത്തിന്റെ ഭാഗങ്ങളിലൂടെ തന്നെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പള്ളികളിൽ കയറി മൂർത്തി എവിടെ എന്ന് ചോദിക്കുന്ന ഒരുപാട് മുസ്ലിം സഹോദരന്മാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ കർണാടകയുടെ ഒരുപാട് പ്രദേശങ്ങളിൽ സഞ്ചരിക്കാൻ, ദാറുൽ ഹുദയുമായി ബന്ധപ്പെട്ട ദഅവായ പ്രവർത്തനങ്ങളിൽ സഞ്ചരിക്കാൻ പലപ്പോഴും ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ ഹസനിലും ബെൽത്തങ്ങാടിയിലും ധാവനിക്കരയിലും ഷിമോഗയിലും അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രദേശങ്ങളിൽ പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ദഅവയുമായി ബന്ധപ്പെട്ട പല ആവശ്യങ്ങൾക്ക് വേണ്ടി സഞ്ചരിച്ച ചിക്മംഗ്ലൂരിലും അതുപോലെ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ചിത്രദുർഗയിലും ഒക്കെ പല ഘട്ടങ്ങളിലായി സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, പള്ളിയിൽ കയറി മൂർത്തിയെ ചോദിക്കുന്ന ആളുകളുണ്ട്, എവിടെയാണ് ആരാധിക്കുന്ന ദൈവമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നല്ല പർദ്ദയിട്ട് സിനിമാ കൊട്ടകളുടെ മുന്നിലും നല്ല തൊപ്പിയിട്ട് ബീവറേജ് കോർപ്പറേഷന്റെ ബീവറേജ് കള്ള് ഷാപ്പിന്റെ മുമ്പിലും ലൈന് നിൽക്കുന്ന, അതിനൊരു മടിയുമില്ലാത്ത, ഇതെന്തിനാണ് എടുത്തണിയുന്നത് പോലും അറിയാത്ത ആളുകൾ എത്രയോ ഉണ്ട്. അടച്ചിടപ്പെട്ട പള്ളികളുണ്ട്. തൊട്ടപ്പുറത്തെ അമ്പലത്തിലോ തൊട്ടുപ്പുറത്തെ വീട്ടിലോ കല്യാണമോ ഉത്സവമോ ഉണ്ടെങ്കിൽ ജുമാ ഇല്ല ഹസ്രത്ത് ആജ് ജുമാ നഹി ഹോഗി എന്ന് പറയുന്ന എത്രയോ ഗ്രാമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നെഞ്ചിൽ കൈവച്ചൊന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ദീനിന്റെ ദഅവത്ത് നടത്താൻ സംഘടനാ പ്രവർത്തനത്തെ ഉപയോഗിക്കണം. നമ്മൾ പരസ്പരം കുതികാൽ വെട്ടുന്നതിനപ്പുറം, അധികാരത്തിന് തല്ലുകൂടുന്നതിനപ്പുറം നമ്മുടെ സ്വഭാവത്തിൽപ്പെട്ടതായി പോകരുത്. നമ്മൾ നിരന്തരമായി പ്രവർത്തിക്കാനുള്ള ഒരു മൂന്നാം കണ്ണ് നമ്മൾ തുറന്നു വെക്കണം. അതിനാകണം തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പ്രായോഗികമായ ദഅവ മേഖലയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കണം. എത്ര മദ്യപാനികളാണ് നമ്മുടെ ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്യം ഹറാമാക്കപ്പെട്ട ജീവിതത്തിൽ മദ്യം ശരീരത്തിലേക്ക് കടന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ അത് ഹറാമാണ്, രക്തത്തോട് ഹറാമ് ചേരുകയാണ്. ഭാരതന്മാരായ പണ്ഡിതനെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിമിനലുകൾ ഉണ്ടാകുന്നത്, തമ്മാടികൾ ഉണ്ടാകുന്നത്, മോശമായ ഒരു സമൂഹം വളർന്നു വരുന്നത് ഹറാമിന്റെ മക്കൾ ജനിക്കപ്പെടുമ്പോഴാണ്. എവിടെയാണ് ഹറാമിന്റെ ജനനത്തെക്കുറിച്ച് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നതെന്നറിയുമോ? എവിടെയാണ് ഓർമ്മപ്പെടുത്തുന്നതെന്നറിയുമോ? അവരുടെ ഗർഭധാരണം ഉമ്മയോ ഉപ്പയോ നമസ്കാരം നിർവഹിക്കാത്ത കാലഘട്ടത്തിലാണെങ്കിൽ, മദ്യപാനികളായ മദ്യപാനം കൊണ്ട് ശരീരം ഹറാമിൽ, രക്തം ഹറാമിൽ ഊട്ടപ്പെട്ട ഒരു രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ, പലിശ തിന്ന് ജീവിക്കുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് മക്കളുടെ നിർമ്മാണം നടക്കുന്നതെങ്കിൽ, ഹറാമിൽ നിരന്തരമായി ഇടപഴകുന്ന ഒരു തലമുറയുടെ, വരും തലമുറയുടെ നിർമ്മാണത്തെക്കുറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ബോധ്യമുണ്ടാകണം. ദഅവത്ത് നടക്കേണ്ടത് അത്തരം ഒരുപാട് ഹറാമുകൾ നടക്കുന്ന ഇടങ്ങളിലാണ്. അത് ഈ പ്രഭാഷണങ്ങൾ കൊണ്ട് സാധ്യമല്ല. അതിന് പ്രായോഗികമായ രൂപങ്ങൾ കാണൽ ആവശ്യമാണ്.
ഒരു മദ്യപാനിയെങ്കിലും അയാളോട് വ്യക്തിപരമായി ദഅവത്ത് നടത്തി, നിരന്തരമായി ദഅവത്ത് നടത്തി, സൗമ്യമായി പറഞ്ഞുകൊടുത്ത് അയാളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത് ദഅവത്തിന്റെ ഏറ്റവും പ്രമുഖമായ ഒരു മാർഗമാണ്. വ്യക്തികളോട് ദഅവത്ത് നടത്താൻ നമുക്ക് സാധിക്കണം. പള്ളിയിൽ വാളറിഞ്ഞുകൊണ്ട് മാത്രം ചിലപ്പോൾ ഉപകാരം ഉണ്ടാവില്ല. അതിന് ഉപകാരമില്ല എന്നല്ല പറഞ്ഞത്, അതുകൊണ്ട് മാത്രം ഉപകാരം ഉണ്ടാവില്ല. ഇങ്ങനെ പരിപാടി വെച്ചതുകൊണ്ട് മാത്രം ഉപകാരം ഉണ്ടാവില്ല. വിളിച്ചാൽ വരുന്ന ആൾക്കാരാണ് ഇവിടെ വന്നത്. വിളിച്ചാൽ വരാത്ത എത്ര ആളുകൾ പുറത്തുണ്ട്? കൂടുതലും പുറത്തു നിൽക്കല്ലേ? എത്ര ആളുകൾ പുറത്തുണ്ട്? എത്ര ആളുകൾ വിളിച്ചാൽ വരും? വയല് വെക്കും, നിങ്ങൾ പ്രഭാഷണ പരമ്പരകൾ വെക്കും. പക്ഷേ ജീവിതത്തിൽ ഒരു നാളിൽ പോലും ദീനിനെ കേൾക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഖാലു അലസ്തു ബിറബ്ബിക്കും ഖാലു ബല. അള്ളാഹു അവരോട് ആലമുൽ അർവാഹിൽ ചോദിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? ഖാലു ബല, അതേ എന്നവർ മറുപടി പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒരിക്കൽ ആ വിശുദ്ധമായ ഖുർആനിന്റെ വാക്യങ്ങളൊന്ന് കേൾക്കാൻ അവസരമൊരുക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ വേണ്ട, വന്നില്ലെങ്കിൽ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അബൂജഹൽ വിശ്വസിച്ചിട്ടില്ല. ഇൻ അലൈക ഇല്ലൽ ബലാഗുൽ മുബീൻ, എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗത്യം. ആ എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കാൻ ഇസ്ലാമിക പ്രവർത്തകന്മാർ, സംഘടനാ പ്രവർത്തകന്മാർ, നമ്മൾ അതിന്റെ അജണ്ട തയ്യാറാക്കണം. നമ്മുടെ ഇബാദിന്റെ പ്രവർത്തനം പ്രമുഖമായി ലക്ഷ്യം വെക്കുന്നത് അതിന് ഓരോ സംഘടനാ പ്രവർത്തകരെയും അതിന് തയ്യാർ ചെയ്യാനാണ്. പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഒരു മനുഷ്യനെയും നമ്മൾ ഈ മോശമായ പ്രവർത്തനത്തെയാണ് അവഗണിക്കേണ്ടത്. ക്രൈമിനെയാണ് നമ്മൾ വെറുക്കേണ്ടത്, ക്രിമിനലിനെ അല്ല. ഓൻ കള്ളുടിയനാണ്, ഓൻ വ്യഭിചാരിയാണ്, ഓന് തെമ്മാടിയാ, പലിശക്കാരനാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഓരോരുത്തരെ സീലടിച്ചിട്ട് മാറ്റിവെക്കും. ഓനെ പള്ളി കമ്മിറ്റിയിൽ നിന്നും മഹലിൽ നിന്നൊക്കെ പുറത്താക്കും. അവനെ ഒരു കാര്യത്തിനും അടുപ്പിക്കൂല. അവനൊന്ന് ചേർത്തു പിടിക്കാൻ അങ്ങനെ അകറ്റി നിർത്തിയിരുന്നുവെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖായി മാറില്ലായിരുന്നു. സ്വന്തം കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ വ്യക്തിയാണ് ജാഹിലിയ കാലഘട്ടത്തിൽ. ചരിത്രം നമുക്കറിയാം. ആ ക്രൂരനായ ഒരു മനുഷ്യനിൽ നിന്ന് നീതിമാനായ ലോകം മുഴുവനും സ്മരിക്കുന്ന ഒരു ഉമറുൽ ഫാറൂഖിനെ സൃഷ്ടിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ധീരമായ ദഅവത്താണ്, പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുമായിരുന്നു, പടച്ചവനെ ദീനിനെ ശക്തിപ്പെടുത്താൻ അവർക്ക് രണ്ടാലൊരു ഉമറിന് സാധിക്കണേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. ഇവർക്ക് വേണ്ടി ദുആ ചെയ്യണം നമ്മൾ. അതാണ് ഒരു മുസ്ലിമിന്റെ മനസ്സ്. എന്നിട്ട് ദഅവത്ത് നടത്തണം. ചെന്ന് പോയി പറയണം. നമ്മുടെ മഹല്ലിലുള്ള മദ്യപാനത്തിൽ അടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ പറ്റണം. അവരെ പരസ്യമായി അവഹേളിക്കാതെ, മോശമായി ചിത്രീകരിക്കാതെ, അവരുടെ ഹാങ് ഓവറൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് ഒന്ന് പോയി പറഞ്ഞു നോക്കാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടാകണം. അള്ളാഹു നിങ്ങൾ കാരണം ഒരാൾ നന്മയിലാവുക എന്നുള്ളത് ദുന്യാവിൽ സകല വസ്തുക്കളെക്കാളും നിങ്ങൾക്കത് ഉദാത്തമായ കാര്യമാണ്. ഒരു 15 വർഷം മുമ്പ് ഒരു പള്ളിയിൽ ഖുതുബയോതുന്ന ഒരു ജോലി ഏറ്റെടുത്തിരുന്ന കാലത്ത് ആ നാട്ടിലെ പ്രാന്തപ്രദേശത്തുള്ള ഒരു വീട്ടിൽ മദ്യപാനിയായ ഒരു ജീവിതത്തിൽ ഒരു നിമിഷം പോലും അയാള് മദ്യപിക്കാതെ മദ്യത്തിന്റെ ഹാങ് ഓവറിലാണ് അയാൾ ഫുൾ ടൈം. ആ വീടിന്റെ പരിതാപകരമായ ഒരവസ്ഥയെക്കുറിച്ച് ഒരിക്കൽ ചർച്ച വന്നപ്പോ 2-3 ആളുകൾ, മഹല്ലിൽപ്പെട്ട 2-3 ആളുകൾ തീരുമാനിച്ചു, ഒന്ന് സുബഹിന്റെ ശേഷം അവരുടെ വീട്ടിലൊന്ന് പോവാം, അയാളുടെ വീട്ടിലൊന്ന് പോവാം. സുബഹി നിസ്കരിച്ച് ഒന്ന് ദുആ ചെയ്ത് അവരുടെ വീട്ടിലേക്ക് ഇറങ്ങി. ദീനീ പ്രവർത്തകന്മാർ, ദാഴികളായ ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദഅവത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്ന് തഹജ്ജുദ് നിസ്കാരമാണ്. സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കാം. ജീവിതത്തിൽ മുഴുവനും ഏറ്റവും വലിയ നന്മയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനത്തെ ഒരാൾക്കാണ് ദഅവത്ത് നടത്താൻ സാധിക്കുക. അങ്ങനത്തെ ഒരാൾക്കാണ് ജനങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉണർന്നെഴുന്നേറ്റ് ഒളു എടുത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ 2 റക്അത്ത് നമസ്കരിക്കുന്ന ആളുകൾ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ, മഹാന്മാരായ സകല മനുഷ്യരും തഹജ്ജുദ് പതിവാക്കിയിരുന്ന ആളുകളായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് മുഴുവനും നിശ്ചയിക്കപ്പെട്ട ഒരു നമസ്കാരമായിരുന്നു രാത്രിയിലെ പ്രത്യേകമായ നമസ്കാരം.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, ബഹുമാന്യരായ ദീനിന്റെ ദഅവത്തിന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഒന്ന് സുബഹിയുടെ മുമ്പ് നമുക്ക് എഴുന്നേൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 2 റക്അത്ത് ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോ തതജാഫാ ജുനൂബുഹും അനിൽ മലാജ്, അവരുടെ ശരീരം എങ്ങനെ പൊന്തും, കിടപ്പറയിൽ നിന്ന് അവർ അറിയാതെ ഉയർന്നു പോകും. യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടും അല്ലാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി ചെല്ലും. ഒരു നല്ല കുടുംബത്തിന്റെ അവസ്ഥ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്ന് അങ്ങനെയാണ്. രാത്രിയിൽ അവൻ ഉണർന്നെഴുന്നേറ്റു, എന്നിട്ട് സ്വന്തം ഭാര്യയെ വിളിച്ചുണർത്തി. ഭാര്യ ഉണർന്നില്ല. ഭാര്യയുടെ ഒരു കപ്പ് വെള്ളമെടുത്തിട്ട് ഭാര്യയുടെ തലപ്പൊഴിച്ചിട്ട് ഭാര്യയെ ഉണർത്തി. അല്ലെങ്കിൽ ഭാര്യ ഉണർന്നെഴുന്നേറ്റു, ഭർത്താവിനെ വിളിച്ചു, ഭർത്താവ് ഉണർന്നില്ല. കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് ഭർത്താവിന്റെ മേലൊഴിച്ചിട്ട് മുഖത്തൊഴിച്ചിട്ട് ഭർത്താവിനെ ഉണർത്തി. 2 പേരും എഴുന്നേറ്റു, 2 പേരും വുളു എടുത്തു, 2 പേരും 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിച്ചു. എത്ര മനോഹരമായ കുടുംബമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു കാര്യം നിലനിർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കണം നമ്മൾ. ഇവരങ്ങനെ പ്രാർത്ഥിച്ചു പോയി. ആ വീട്ടിൽ ചെന്നപ്പോ ഒരു ഉമ്മയും 2 കുട്ടികളും, വിവാഹപ്രായമെത്തിയ 2 പെൺകുഞ്ഞുങ്ങൾ, 2 പെൺകുട്ടികൾ. ഇയാള് മദ്യത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് ഇങ്ങനെ പുറത്തു വരികയാണ്. അവരോട് സംസാരിച്ചപ്പോ ചെന്നപാടെ ഉമ്മയും 2 പെൺമക്കളും നിന്ന് കരയുകയാണ്. കാരണം അവിടേക്കാരും പോവാറില്ല, അത് മദ്യപാനിയുടെ വീടാണ്. മഹലിന്റെ ഒരു പ്രവർത്തനം അങ്ങോട്ട് എത്തറില്ല. മഹല്ലേരൊക്കെ ഓല് പടിയടച്ച് പിണ്ടം വെച്ചതാ. മഹലിന്ന് പുറത്താക്കി, നമുക്ക് പുറത്താക്കാൻ സുഖമാണല്ലോ, പുറത്താക്കിയതാണ്. മഹല് കള്ളുടിയന്റെ വീട്. ഇവിടെ നരകിക്കുന്ന 2 പെൺമക്കളുണ്ട്, വിവാഹപ്രായമെത്തിയ 2 പെൺമക്കൾ. ഉരുകിയൊലിക്കുന്ന ഒരു ഉമ്മയുണ്ട്. അവരുടെ മുമ്പിൽ ഈ മനുഷ്യനോട് സംസാരിച്ചപ്പോ മനുഷ്യൻ ഇന്ന് കരയാൻ തുടങ്ങി. ആ മനുഷ്യൻ ഇന്ന് പള്ളിയുടെയും മദ്രസയുടെയും സജീവ പ്രവർത്തകന. ജമാഅത്ത് നഷ്ടപ്പെട്ട ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചെല്ലണ മനുഷ്യനാ. അങ്ങനെയാണല്ലോ, ജമാഅത്ത് നഷ്ടപ്പെടുമ്പോ പോലും ഒരു വേദന ഉണ്ടാവുക. അതൊരു മുസ്ലിമിന്റെ സ്വഭാവമാണെന്ന് ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്. ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, ഞാനൊരു ദിവസം ജമാഅത്ത് കിട്ടാണ് പള്ളിയിൽ വന്നപ്പോ നിസ്കാരം കഴിഞ്ഞിക്കണ്. പടച്ചോനെ, ഞാൻ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഒരു അബൂ ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് എന്നെ ഒന്ന് വന്നിട്ട് സമാധാനിപ്പിച്ചത്. സാരല്ല, അല്ലാഹു നിങ്ങൾ സാരല്ല എന്നുകൊണ്ട് സമാധാനിപ്പിക്കുമല്ലോ. എന്റെ ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, പടച്ചോനെ, എന്റെ മോൻ മരിച്ചിരുന്നെങ്കിൽ 1000കണക്കിന് ആളുകൾ വന്നിട്ട് എന്നോട് സാരല്ല എന്ന് പറയുമായിരുന്നു. ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടൊന്ന് സാരല്ല എന്ന് പറയാൻ ഒരു അബൂ ഇസ്ഹാഖ് മാത്രമേ ഉണ്ടായുള്ളൂ. ആൾക്കാർക്ക് ദീനല്ല വലുത്, ദുന്യാവാണ് വലുത് എന്ന് ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ട് പറയാൻ. അല്ലാഹു അങ്ങനെ ജമാഅത്തായിട്ട് നിസ്കരിക്കാനും ജീവിതത്തിൽ നന്മ പകർത്താനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ പകർത്തുന്ന ഒരു ജീവിതം ഉണ്ടാകുമ്പോഴാണ് ഒരുപാട് നമ്മൾ സ്വയം പ്രകാശിക്കുക. അപ്പോഴാണ് മറ്റുള്ളവർക്ക് ഈ പ്രകാശത്തിന്റെ വെളിച്ചം ലഭിക്കുക. നന്മ എന്ന് പറയുന്നത് നൂറാണ്. അത് പ്രകാശിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അതിന്റെ പ്രകാശം ലഭിക്കും. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. ഞാൻ പറഞ്ഞത്, ദഅവത്ത് എത്തിച്ചു കൊടുക്കേണ്ടത് വലിയൊരു ബാധ്യതയാണ്. പ്രഭാഷണങ്ങളിലൂടെ നടത്തപ്പെടാവുന്നതല്ല, അതിലൂടെ മാത്രം നടത്തപ്പെടാവുന്നതല്ല ദഅവത്ത് എന്ന് പറയുന്നത്. ദഅവത്തിന്റെ വിശാലമായ സാഹചര്യങ്ങൾ കാണണം. മുസ്ലിം ഉമ്മത്തിന്, വിശിഷ്യ മുസ്ലിമായി ജീവിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിമായി നാമമാത്ര മുസ്ലിമീങ്ങളായി ജീവിക്കുന്നവർക്ക് പ്രായോഗിക ജീവിതത്തിലെ ഇസ്ലാമിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ, ദീനിലേക്ക് വിളിക്കാൻ ചെന്ന് വിളിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വ്യാപകമായി അവർ പോകും. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ചെന്ന് വിളിച്ചിട്ടുണ്ടാക്കുന്ന ആൾക്കാര്. എന്നിട്ട് നമ്മൾ അവരെ പറ്റി കുറ്റം പറഞ്ഞിട്ട് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആ ദൈവത്തെ ഏറ്റെടുക്കാൻ മനസ്സ് കാണിക്കണം. ചെന്ന് വിളിച്ചാൽ അസർ ചെയ്യുമെന്നുള്ളതാണ്. അതാണ് മഹാന്മാരായ പ്രവാചകന്മാർ കാണിച്ചു തന്ന മാർഗം. അതാണ്, ചെന്ന് വിളിച്ചാൽ അസർ ഉണ്ടാകും അതിന്. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നന്മകൾക്ക് അവസരം ഉണ്ടാവാം. വേറെ പള്ളിയിൽ ഖുത്ബോധന സമയത്ത് ഖുത്ബോധി കഴിഞ്ഞിട്ട് റൂമില് ഡ്രസ്സ് മാറ്റുമ്പോ പിന്നിൽ നിന്നൊരു മനുഷ്യൻ, ഒരു പരുത്ത വലിയ മനുഷ്യൻ വന്നിട്ട് ഭയങ്കര കരച്ചില്. അപ്പൊ കരഞ്ഞപ്പോ തിരിഞ്ഞു നോക്കിയപ്പോ ഒരു വലിയ മനുഷ്യൻ, അയാൾ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞത്, ഉസ്താദെ, ഞാൻ കുറെ കാലമായി കട്ടിട്ട് ജീവിക്കണ ഒരു മനുഷ്യനാണ്. വീടുകളിലും കടകളിലും കയറി കളവ് നടത്തിയിട്ട് സാധനങ്ങൾ മോഷ്ടിച്ച് അത് വിറ്റ് മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് സ്വന്തം ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഇന്ന് ടൗണിൽ വന്നത് ഒരു ദുരുദ്ദേശവുമായിട്ടാണ്, കക്കാൻ വേണ്ടി വന്നതാണ്. ഒരു മനുഷ്യൻ നിന്ന് കരഞ്ഞു പറയാൻ. നേരത്തെ എത്തിയപ്പോ ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് വിചാരിച്ചിട്ട് പള്ളി കയറിയതാണ്. നേരത്തെ ടൗണിൽ നേരത്തെ എത്തിയപ്പോ ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന രീതിയിൽ പള്ളിയിൽ കയറിയതാണ്. അപ്പോ
അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അന്നത്തെ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തിയത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. ഖുൽ നബിയെ നിങ്ങൾ പറഞ്ഞേക്കണം, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സുകളോട് അതിക്രമം കാണിച്ച എന്റെ പ്രിയപ്പെട്ട അടിമകളെ, തമ്മാടിത്തം കാണിച്ചു ജീവിച്ച, മോശമായ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിച്ച എന്റെ പ്രിയപ്പെട്ട അടിമകളെ നാട്ടുകാര് പുറത്താക്കിയിട്ടുണ്ട്, മഹല്ല് കമ്മിറ്റി പുറത്താക്കിയിട്ടുണ്ട്, നാട്ടുകാരൊന്നിനും വിളിക്കലില്ല, ഓന് ദീനിന് വിരുദ്ധനാണെന്ന് മുദ്ര കുത്തിയിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അടിമകളെ, അന്ന് ഞാൻ ആ അർത്ഥം അങ്ങനെ തന്നെ പറഞ്ഞു. യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ ആശമുറിഞ്ഞു പോകരുത്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ ആശമുറിഞ്ഞു പോകരുത്. അത് കേൾക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കലാണ്. അതുകൊണ്ടാണ് ഹദീസിൽ 99 ആളെ കൊന്ന ഒരാളെടുത്ത് എന്നിട്ട് തോബ ഉണ്ടെന്ന് ചോദിച്ചപ്പോ 99 ആളെ കൊന്ന് ഇനി എവിടുന്ന് തോബാന്ന് ചോദിച്ചപ്പോ എന്നാ പിന്നെ 100 ആയിക്കോട്ടെ എന്നിട്ട് അയാളെയും കൊന്ന്. പിന്നെ വേറൊരാളെടുത്തു, നിനക്ക് നിനക്ക് തൗബ ഇല്ലാതെ അള്ളാഹു നിന്റെ തൗബയും സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോ അയാൾ പശ്ചാത്താപ വിവശനായി. അയാൾ മടങ്ങുന്ന സമയത്ത് അയാൾ മരിക്കുന്ന സമയത്ത് ഇതാര് പിടിക്കണം, റൂഹ് റഹ്മത്തിന്റെ മലായിക്കത്തോ അതേപോലെ തന്നെ അദാബിന്റെ മലായിക്കത്തോ എന്ന് നോക്കിയപ്പോ അയാൾക്ക് സ്വർഗം കിട്ടിയ കഥ ഹദീസിൽ കാണാം. ആ മാർഗം കാണിച്ചു കൊടുക്കാനും സൗകര്യം ചെയ്തു കൊടുക്കാന്നുള്ളതാണ്. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞത്, അൽഹംദുലില്ലാഹ്, ഈ മനുഷ്യൻ കഴിഞ്ഞ പ്രാവശ്യം ഉംറക്ക് പോയി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം. ദഅവത്ത് നടത്തുക എന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. നമ്മളൊക്കെ പലപ്പോഴും മടിക്കുന്നു. നമ്മൾ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടാകണം. ഫൽതകും മിൻകും ത്വായിഫ യഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫിത്ന വർദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ടാകും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, മാലക്കും കൈഫ ബിക്കും ഇദാ തഗാ നിസാഉക്കും വഫസക ശബാബുക്കും വതറക്തും ജിഹാദക്കും. എന്റെ പ്രിയപ്പെട്ട സഹാബ, നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഇദാ തഗാ നിസാഉക്കും, നിങ്ങളുടെ പെണ്ണുങ്ങൾ സ്ത്രീകൾ വഴിപിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ, വഫസക ശബാബുക്കും, നിങ്ങളുടെ യുവത്വങ്ങളിൽ മദ്യം നുരഞ്ഞു പൊന്തുകയും മയക്കുമരുന്നും കഞ്ചാവിന്റെയും അടിമത്തം വളരുകയും ഏതെങ്കിലും സിനിമാ നടന്മാരോ മറ്റോ ജീവിതത്തിൽ പകർത്തുന്ന സ്വഭാവ രീതികളും സംസാര ശൈലികളും വേഷ സംവിധാനങ്ങളും ജീവിതത്തിൽ പകർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും നന്മയുടെ വെളിച്ചക്കീറുകളിൽ നിന്ന് പോലും അകന്നുപോയി തിന്മയുടെ ഉപാസകരായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ വതറക്തും ജിഹാദക്കും, ദീനിന്റെ മാർഗത്തിലുള്ള നിങ്ങളുടെ പരിശ്രമങ്ങളെയും പ്രതിരോധങ്ങളെയും നിങ്ങളുടെ പ്രതികരണങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു എന്ന് സഹാബത്തിനോട് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്. അവദാലിക കായിനുൻ യാ റസൂലല്ലാഹ്, അതുണ്ടാകുമോ എന്ന് ചോദിക്കുന്നു സഹാബത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു ചോദിക്കുന്നു, കൈഫ ബിക്കും ഇദാ ലം തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിങ്ങളില്ലാതിരിക്കുമ്പോൾ. സഹാബത്ത് ചോദിക്കുന്നു, അതുണ്ടാകുമോ നബിയെ? ഞങ്ങളൊക്കെ ആരെങ്കിലും നന്മ കാണുമ്പോ ആരെങ്കിലും തിന്മ കാണുമ്പോ അത് ചെയ്യരുതെന്ന് പറയാറുണ്ട്. നന്മയെ നിരന്തരമായി ചെയ്യാൻ പ്രേരിപ്പിക്കാറുണ്ട്. കളവ് പറയുന്ന ആളോട് അത് കളവല്ലേ എന്ന് ചോദിക്കാറുണ്ട്. വാട്സപ്പിൽ ഗീബത്ത് പരത്തുമ്പോ നമ്മളോ അത് ഷെയറും ലൈക്കും കമന്റും ചെയ്യും. എന്തിനാണ് ഗീബത്ത് പറയണതെന്ന് നമ്മൾ ചോദിക്കൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ചോദിച്ചു, കൈഫ ബിക്കും ഇദാ തഅ്മുറൂന ബിൽ മുൻകരി വതൻഹൗന അനിൽ മഅറൂഫി. നന്മയെ തിന്മയായി അവതരിപ്പിക്കുകയും തിന്മയെ നന്മയായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വന്നാൽ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, വതറക്തും ജിഹാദക്കും, നിങ്ങളുടെ പ്രതിരോധങ്ങളെ, നിങ്ങളുടെ പ്രതികരണങ്ങളെ, നിങ്ങളുടെ നിരന്തരമായ ദീനിന്റെ മാർഗത്തിലുള്ള പരിശ്രമങ്ങളെ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്താൽ, ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനിപ്പിക്കുന്നത് നിങ്ങൾ ഫിത്നയുണ്ടാകാനുള്ള ഒരു മാർഗം ഒരുക്കുകയാണെന്ന സൂചനയോടെയാണ്. ആ സമൂഹത്തിലാണ് ഫിത്നയുണ്ടാവുക. അതുകൊണ്ട് അവിടെയാണ് ദീനിന്റെ ദഅവത്തിന്റെ ഉപാസകരായ പ്രവർത്തകന്മാരായ ആളുകളുടെ ആവശ്യമുണ്ടാകേണ്ടത്. ക്യാമ്പസുകളിൽ ദഅവ നടക്കണം,
വീടുകളിൽ ദഅവ നടക്കണം. ഉമ്മത്തിന്റെ പ്രവർത്തന മേഖലയിൽ നിരന്തരമായി ദഅവ നടക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിക്കാൻ സാധിക്കാത്ത, ജനനം മുതൽ മരണം വരെ ദീനിന്റെ ശബ്ദം കേൾക്കാത്ത, അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ ഭാഗ്യം ലഭിക്കാത്ത, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കാൻ അവസരം ലഭിക്കാത്ത ഒരു മനുഷ്യൻ ജനിച്ചാൽ എങ്ങനെ പേര് വെക്കണം, എങ്ങനെ വിവാഹം നടത്തണം, എങ്ങനെ അവന്റെ മരിച്ചാൽ ശേഷക്രിയകൾ എങ്ങനെ ചെയ്യണമെന്നറിയാത്ത, മരിച്ചാൽ കൊണ്ടുപോയി മൃഗങ്ങളെ കുഴിച്ചുമൂടുന്ന പോലെ കുഴിച്ചുമൂടുന്ന മരണാസന്നനായ മനുഷ്യന് ഒന്ന് തൽഖീൻ ചൊല്ലിക്കൊടുക്കാൻ പോലും വിവരമില്ല, വളരെ മോശമായ രീതിയിൽ മറ്റുള്ളവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്ന, പാവപ്പെട്ടവരും നിന്ദരും നീചരും നിസ്സാരരും നികഷരുമായി ജീവിക്കുന്ന വലിയൊരു തലമുറ മുസ്ലിം നാമധാരികളായി, സർട്ടിഫിക്കറ്റുകളിൽ മുസ്ലിമായി, ഒരുപാട് ഘട്ടങ്ങളിൽ മുസ്ലിമായി അതിന്റെ ദുരന്തങ്ങൾ പേറി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ദീനിന്റെ ദഅവത്തൊരു ഉത്തരവാദിത്തമായി കാണുന്ന എന്റെ പ്രിയപ്പെട്ട SKSSFന്റെ പ്രവർത്തകന്മാരെ, സമസ്തയുടെ പ്രവർത്തകന്മാരെ, മഹാരഥന്മാരായ പണ്ഡിതന്മാർ, നമുക്ക് സംഘടന തന്നത് നമ്മുടെ ജീവിതം വളർത്താനല്ല, നമ്മുടെ സമ്പത്ത് നിർമ്മിക്കാനല്ല, നമുക്ക് വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉണ്ടാക്കാനല്ല, വലിയ വലിയ ആർഭാടപൂർണമായ യാത്രകൾ നടത്താനല്ല, ജനങ്ങൾക്ക് ദഅവത്ത് നടത്താനാണ്, പാവങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാനാണ്, ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ്. ജീവിതത്തിലെ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ഒരു മനുഷ്യന് പോലും അല്ലാഹ് ആരാണെന്നും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്നും ഖുർആൻ തന്റെ ഇമാമാണെന്നും ഉള്ള ഒരു ജ്ഞാനം അവർക്ക് എത്തിച്ചു കൊടുക്കാനാണ്. ദീനിന്റെ സ്വഭാവം എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെടാനുള്ള ട്രെയിനിങ്ങിൽ ഏർപ്പെടാനാണ്. അവർക്ക് മദ്രസകൾ സൃഷ്ടിച്ചു കൊടുക്കാനാണ്, ആ മദ്രസകൾ നിലനിർത്താനാണ്. അവർക്ക് മതപ്രഭാഷണങ്ങൾ എത്തിച്ചു കൊടുക്കാനാണ്. അവരുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് ദീനിനെ ബോധ്യപ്പെടുത്തുന്ന പ്രോഗ്രാമുകൾ നടത്താനാണ്. അവരുടെ കുട്ടികൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാൻ, അവരുടെ കൗമാരപ്രായക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവരുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളെ നേരിടേണ്ട സാഹചര്യങ്ങളാണ് എങ്ങനെയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. അവരോട് നിങ്ങൾ ഖുർആനും ഹദീസും മാത്രം പറഞ്ഞുകൊടുത്ത്, കഥകൾ മാത്രം പറഞ്ഞുകൊടുത്ത് ദീന് പ്രബോധനം ചെയ്യുന്നതിനപ്പുറം അവർക്ക് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീവിതത്തിലെ ലൈംഗികതയെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, പ്രണയത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, അവരോട് എങ്ങനെയാണ് ഇഷ്ടത്തെ സമീപിക്കേണ്ടത്, എങ്ങനെയാണ് ദേഷ്യത്തെ സമീപിക്കേണ്ടത്, എങ്ങനെയാണ് മനുഷ്യന്റെ വികാരങ്ങളെ സമീപിക്കേണ്ടത്, കൗമാരപ്രായത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, അഡോളസെന്റ് സൈക്കോളജി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരു മതത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നാണ്. എങ്ങനെയാണ് ജീവിതത്തിൽ ലൈംഗികമായ ശുദ്ധി ആചരിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠനത്തിൽ അവഗാഹം നേടേണ്ടത്, വിദ്യാഭ്യാസപരമായ ഗൈഡൻസ് കൊടുക്കേണ്ടത്, കരിയർ പരമായി ഗൈഡൻസ് കൊടുക്കേണ്ടത് ഒരു ദഅവത്തിന്റെ പ്രമുഖ ഭാഗമായി ഏറ്റെടുക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ പോകുമ്പോൾ നല്ല മുഅ്മിനിന്റെ പേരുള്ള, ചെറുപ്പത്തിൽ ദീന് പഠിച്ചു വളർന്ന, നിങ്ങൾ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച, നിങ്ങൾ ഹദീസ് പഠിപ്പിച്ച, നിങ്ങൾ ഫിഖഹിന്റെയും ഹദീസിന്റെയും അഖീദയുടെയും തസവുഫിന്റെയും പാഠങ്ങൾ ചൊല്ലിപ്പഠിപ്പിച്ച ഒരാൾ, അവൻ വലുതാകുമ്പോ, അവൻ SSLC കഴിഞ്ഞ് +2 കഴിഞ്ഞ് അവൻ ഏത് കോഴ്സ് ചെയ്യണമെന്ന് നോക്കുമ്പോ ആരോ ഒരാൾ പറഞ്ഞു അവനോട് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് ചെയ്താൽ മതി. അവൻ ലക്ഷങ്ങൾ ചെലവാക്കി ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് ചെയ്ത് പിന്നെ അവൻ ഇതുപയോഗിച്ച് ഏത് ജോലി ചെയ്യുമെന്ന് നോക്കുമ്പോ അവനെ ആരോ 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ജോലിക്ക് നിർത്തി. അല്ലെങ്കിൽ അവൻ ഏതോ എയർലൈൻസിൽ എയർ ഹോസ്റ്റസ് ആയി ജോലിക്ക് നിന്നു. പിന്നെ അവന്റെ ജോലിയുടെ നേച്ചർ അനുഭവിക്കുമ്പോഴാണ് അവൻ മദ്യം വിളമ്പിക്കൊടുക്കണം, അല്ലെങ്കിൽ പന്നിയിറച്ചി